അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമുഖമായിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കട്ടെ അറിയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ടല്ല ചോദ്യം ചോദിക്കാൻ പ്ലാൻ ചെയ്തത്. എന്താണ് അന്ധവിശ്വാസം? അന്ധവിശ്വാസത്തിന് നമുക്ക് എന്താണ് ഒരു നിർവചനം കൊടുക്കാൻ പറ്റുക? പലതുണ്ട്, ഒറ്റൊന്ന് മാത്രമേ ശരിയാവണമെന്നൊന്നുമില്ല, ഇഷ്ടംപോലെ ഉണ്ടാവും. ഞാനൊരു നിർവചനം പറയാം, അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലേ, അതാവും എളുപ്പം. സന്തോഷമായി. അതായത് ശാസ്ത്രീയമായോ പ്രാമാണികമായോ, ശാസ്ത്രം കൊണ്ടോ പ്രമാണം കൊണ്ടോ യാതൊരുവിധ പിൻബലവും കിട്ടാത്ത വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങൾ നമുക്ക് വിളിച്ചൂടെ. അപ്പോൾ ആ രൂപത്തിൽ പറയുമ്പോൾ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവമില്ല, അല്ലെങ്കിൽ നാസ്തികരായിട്ട്, അല്ലെങ്കിൽ യുക്തിവാദികൾ അവരുടെ വാദങ്ങൾ അതാണ് അന്ധവിശ്വാസമായിട്ട് കണക്കാക്കുക. ഇതുപോലെ തന്നെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ദൈവമുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഒരു അടിസ്ഥാന വിശ്വാസത്തിലുള്ള വ്യത്യാസമാണ്. അതിനാരും പൊതുവെ ട്രോളുകളിലും പിന്നെ അതുപോലെ സംവാദങ്ങൾ നടത്തുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പഴി ചാരുമെങ്കിലും ആരും അന്ധവിശ്വാസമായിട്ട് ഇതിനെ കണക്കാക്കാറില്ല. ഒരു സത്യവിശ്വാസം സ്വീകരിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാൾക്ക് അന്ധവിശ്വാസം? ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സത്യവിശ്വാസത്തിൻ്റെ ഗുണവിശേഷണങ്ങൾ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ നേരെ വിപരീതമായിട്ട് എന്താണോ വരുന്നത് അതാവുമല്ലോ അന്ധവിശ്വാസം. സത്യവിശ്വാസത്തിൻ്റെ വിപരീതമാണല്ലോ അന്ധവിശ്വാസം. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ വിപരീതങ്ങളായിട്ടുള്ള വിശേഷണങ്ങൾ എടുത്താൽ നമുക്കതിന് അന്ധവിശ്വാസം ശരിയായിട്ട് കിട്ടും. സത്യവിശ്വാസത്തിന് നമുക്ക് 4 ഗുണവിശേഷണങ്ങൾ പറയാൻ പറ്റും. അതിലൊന്നാമത്തത്, സത്യവിശ്വാസം എന്ന് പറഞ്ഞത് നിർഭയത്വം സമ്മാനിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ ഒന്ന്, സത്യവിശ്വാസം ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കും. മൂന്നാമത്തേത്, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരെന്നല്ല ജീവജാലങ്ങളും എല്ലാവരുമായിട്ടും ഉള്ള ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാക്കുന്നതാണ് സത്യവിശ്വാസം. നാലാമത്തതായിട്ട് സത്യവിശ്വാസം, 3 പറഞ്ഞു, നാലാമത്തത് അല്ല, അത് പറയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പം മൂന്നാമത്തത് ബന്ധങ്ങളെ സത്യവിശ്വാസം ഭയങ്കരമായിട്ട് സുദൃഢമാക്കും. നാലാമത്തത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ ഉത്കൃഷ്ടരും സമാധാനപ്രിയരുമാക്കും സത്യവിശ്വാസം. ഇനി ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഗുണവിശേഷണങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് അന്ധവിശ്വാസം മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തത് തന്നെ അത് മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം ഉളവാക്കുന്ന കാര്യങ്ങളാവും അന്ധവിശ്വാസം. എന്തിനോടും ഏതിനോടും ഒരു മുട്ട കണ്ടാൽ പേടി, ഒരു ഉറുക്ക് കണ്ടാൽ പേടി, ഒരു മരക്കഷ്ണം കണ്ടാൽ പേടി, എന്ത് കണ്ടാലും പേടിയാണ് ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്ന വികാരം. രണ്ടാമത്തേതായിട്ട് സത്യവിശ്വാസത്തിൻ്റെ നേരെ വിപരീതമായിട്ട് ചൂഷണങ്ങൾക്ക് വിധേയരാക്കും അന്ധവിശ്വാസം. ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ലൈംഗികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ ചുറ്റും അറിയുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലോട്ട് നീട്ടി വലിക്കുന്നില്ല. മൂന്നാമത്തേതായിട്ട് സത്യവിശ്വാസത്തിൻ്റെ ഗുണം എന്തായിരുന്നു പറഞ്ഞത്? ബന്ധങ്ങൾ. മാഷാ അല്ലാഹ്, ഇത്രയും നല്ലൊരു ഓഡിയൻസിനെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്, അൽഹംദുലില്ല. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതാണ് സത്യവിശ്വാസമെങ്കിൽ എല്ലാവരായിട്ടും ഒരു സംശയത്തോടെ നോക്കിക്കണ്ട് എല്ലാവരായിട്ടും തെറ്റിപ്പിരിയാനേ ഈ അന്ധവിശ്വാസങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്ക് പറ്റുള്ളൂ. നാലാമതായിട്ട് അൽഹംദുലില്ലാ, അപ്പം ഉത്കൃഷ്ടരാണ് അവിടെ ആകുന്നതെങ്കിൽ ഇവിടെ നികൃഷ്ടരും പിന്നെ അതുപോലെ തന്നെ അക്രമികളായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഉണ്ടാക്കുക. അതിനും ഉദാഹരണം പറയണം തോന്നുന്നില്ല, കാരണം നരബലിയും പിന്നെ ആളുകളെ കൊന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചോര വരെ വാർന്ന് കുടിക്കുന്ന രൂപത്തിൽ അത്രയും നികൃഷ്ടരാവുന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഗുണവിശേഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സത്യവിശ്വാസി ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്തായിരിക്കും? ഈ ഗുണവിശേഷണങ്ങളെല്ലാം ഒത്തുചേരുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസം മാരണം, കൂടോത്രം, ആഭിചാരം എന്നിത്യാദി സിഹറിൻ്റെ ഇനങ്ങൾ തന്നെയല്ലേ അതിൽ വരിക, അല്ലേ? അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പം നമ്മൾ പല അന്ധവിശ്വാസങ്ങളും പറയും, ഈ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നതും പിന്നെ അതുപോലെ മരിച്ച മഹാന്മാരും അദൃശ്യവും അഭൗതികവുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, ഷിർക്കിൻ്റെ രൂപങ്ങളാണ്, അതിനൊന്നും ലഘൂകരിച്ച് കാണുകയല്ലേ എന്ന്. പക്ഷേ ഇതിനൊക്കെ എതിരെ സംസാരിക്കുന്ന നവപുരോഹിതന്മാരും പണ്ഡിതന്മാരും
നവയാഥാസ്ഥികരും ഇവരെല്ലാവരും ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കുമ്പോഴും ഇതിനേക്കാളും ഒക്കെ ഒപ്പത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാളും ഒക്കെ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഈ ഒരു അന്ധവിശ്വാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വലിയൊരു വിരോധാഭാസവുമാണത്. ഇതവർക്കും അറിയാം ഇത് വിരോധാഭാസമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, മറ്റുള്ളതിനെതിരെ ശബ്ദിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരാണ് എന്നുള്ളത് കാണിക്കേണ്ടത് അവർക്ക് അനിവാര്യമാണ്. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഫീൽഡിൽ. അപ്പോൾ അതിന് അവർക്ക് എന്താണ് മാർഗം? ഈ ഒരു അന്ധവിശ്വാസത്തിനെ സത്യവിശ്വാസമായിട്ട് മാറ്റണം, സത്യവിശ്വാസമായിട്ട് ആളുകളുടെ ഇടയിൽ പ്രൊജക്റ്റ് ചെയ്യണം. ഇത് സത്യവിശ്വാസമാവണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു നിർവചനം, അന്ധവിശ്വാസത്തിൻ്റെ നിർവചനത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കണം. ശാസ്ത്രീയമായോ പ്രാമാണികമായോ ഒരു പിൻബലമുള്ളതാക്കി മാറ്റണം. ആഭിചാരം, കൂടോത്രം, മാരണം എന്നൊക്കെ പറയുന്ന സിഹറിൻ്റെ ആ ഒരു ഇനം ശാസ്ത്രീയമായി ഇതിന് പിൻബലം കൊടുക്കാൻ പറ്റുമോ? ഒരു കോഴിമുട്ടയിൽ കുറച്ച് അക്ഷരങ്ങൾ എഴുതി വെച്ച് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടാൽ അതിൽ നിന്നൊരു റേഡിയേഷൻ പുറപ്പെടുവിച്ച് അത് ടാർഗറ്റ് ചെയ്ത ആളെ പിറകെ പോയി അയാൾ അറ്റാക്ക് ചെയ്യുന്നുള്ള ഒരിക്കലും ശാസ്ത്രം എന്തായാലും കണ്ടുപിടിക്കാൻ പോകണില്ല. അപ്പോൾ അടുത്തതുള്ളത് പ്രാമാണികമായിട്ടാണ്. പ്രമാണം കൊണ്ട് ഒരു വിശ്വാസം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ കാര്യങ്ങളിൽ പ്രമാണം ഒന്നേ ഉള്ളൂ. ഖുർആൻ വിശ്വാസത്തിൽ കംപ്ലീറ്റ് ആണെന്നുള്ളതിൽ ആർക്കും ഇവിടെ സംശയമില്ലല്ലോ. വിശ്വാസ കാര്യങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഖുർആൻ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് കൊണ്ട് തന്നെ ഇതിനെ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടി അവർ കൊണ്ടുവന്ന ആയത്താണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരു മുഴുവൻ വിഷയമായിട്ട് എടുത്തിട്ടുള്ള അൽഹംദുലില്ലാഹ് സൂറത്തുൽ ബഖറയിലെ 102 ആയത്ത്. ഇത് ഖുർആൻ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഇവിടെ ഒരു കൂട്ടായ്മയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഖുർആൻ റിസർച്ച് ചെയ്യുന്ന ഏറ്റവും ഉത്തമ ആളുകൾ എന്ന നിലക്ക് ഈ ഒരു ആയത്ത് മാത്രമല്ല, ഖുർആനിലെ ഓരോ ആയത്തുകളും നമ്മൾ റിസർച്ചിന് വേണ്ടി വിധേയമാക്കേണ്ടതുണ്ട്. ഓരോ ആയത്തുകളും ഈ ആയത്തുകൾ നമ്മൾ വിശകലനം നടത്തുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലോട്ട് മാത്രമല്ല കേട്ടോ പോകേണ്ടത്. വ്യാഖ്യാനങ്ങളിലോട്ട് ശരിക്കും പോകുന്നത് തന്നെ ഈ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഖുർആൻ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായിട്ടുള്ള രീതിയാണ്. നമ്മൾ ചില പണ്ഡിതന്മാർ ഒക്കെ പറയുന്നത് കേൾക്കും, നമ്മൾ ഈ ആയത്തിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്കതിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതല്ല നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്കതിനെ ആ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അങ്ങനെ വ്യാഖ്യാനിച്ച് കളിക്കാനുള്ളൊരു സാധനമാണോ ഖുർആനിലെ ആയത്തുകൾ? അപ്പോൾ ഖുർആനിലെ ആയത്തുകളെ വ്യാഖ്യാനിക്കുന്നതിന് പകരം അതെന്താണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടേണ്ട മുഴുവൻ നമുക്ക് കിട്ടും. ഇതെൻ്റെ റബ്ബിൽ നിന്ന്, ഈ ലോകം മൊത്തം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ നാഥനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഈ ആയത്ത് എന്നുള്ള ഒറ്റ ബോധ്യം ഉണ്ടായാൽ മതി. അപ്പം തന്നെ സ്വാഭാവികമായിട്ട് നമ്മളെന്ത് ചെയ്യും, ആ ആയത്തിന് ആ രൂപത്തിൽ ഇതെങ്ങനെ വായിക്കുമ്പോഴാണ് അതൊരു ദൃഷ്ടാന്തമായി മാറുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൽ നിന്ന് കിട്ടേണ്ട മുഴുവൻ കിട്ടും. എന്നിട്ട് നമ്മളതിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ചർച്ച ചെയ്യണം. എന്താണെങ്കിലും ഈ സൂറത്തുൽ ബഖറയിലെ 102 ഈ ആയത്ത് അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള അതൊരായത്തായി മാറുന്ന രൂപത്തിലോട്ട് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. അതിനു മുൻപ് ഇതിൽ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടന്നിട്ടുള്ള ഒരായത്താണല്ലോ. അപ്പോൾ ഏത് രൂപത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് ഇതിൽ നിന്ന്, ഈ ഒരു ആയത്തിൽ നിന്ന് കൂടോത്രം ഫലിക്കും, അതിന് ഫലപ്രാപ്തി ഉണ്ട് എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സമ്പൂർണ്ണ രൂപത്തിലോട്ട് കടക്കാം. അങ്ങനെയെങ്കിലും അതിൽ നിന്ന് കൂടോത്രം ഫലിക്കുമെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. വേണമെങ്കിൽ ഒന്ന് സ്വീകരിക്കാമല്ലോ, പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കാം. വത്തബഅു മാ തത്ലു ഷയാത്വീനു അലാ മുൽക്കി സുലൈമാൻ. അവർ പിൻപറ്റി ഷെയ്ത്താനുകൾ സുലൈമാൻ നബിയുടെ രാജവാഴ്ചയെക്കുറിച്ച് പറഞ്ഞ് പരത്തിയതിനെ അവർ പിൻപറ്റി. വമാ കഫർ സുലൈമാനു, പക്ഷേ സുലൈമാനല്ല കാഫറായിട്ടുള്ളത്, അല്ലെങ്കിൽ അവിശ്വസിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, നന്ദികേട് കാണിച്ചിട്ടുള്ളത് ഏത് രൂപത്തിലാണെങ്കിലും. വമാ കഫർ സുലൈമാനു വലാകിന്ന ഷയാത്വീന കഫറു. ഷെയ്ത്വാനുകളാണ്, മനുഷ്യപ്പിശാചുക്കളാണ് അവിടെ അവിശ്വസിച്ചിട്ടുള്ളത്. എന്ത് ചെയ്തുകൊണ്ട്? യുഅല്ലിമൂന നാസ സിഹ്ർ, സിഹ്ർ പഠിപ്പിച്ചുകൊണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ സിഹ്ർ എന്നുള്ള ഈ വാക്ക് ഖുർആനിൽ 28 തവണയാണ് മൊത്തത്തിൽ അതേ രൂപത്തിൽ, ആ ക്രിയാരൂപത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സിഹ്ർ എന്നുള്ളത് 28 തവണയാണ്. അതിൽ 27 തവണയും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒന്നെങ്കിൽ ഇന്ദ്രജാലം, മായാജാലം,
എന്നുള്ള പോലുള്ള വാക്ക്, ഇല്ലാ സിഹ്റും മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അസത്യം മിഥ്യ എന്നുള്ള രൂപത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. അഫ സിഹ്റുൻ ഹാദ അം അൻതും ലാ തുബ്സിറൂൻ, നിങ്ങൾ ഇത് യാഥാർത്ഥ്യമാണോ അല്ല യാഥാർത്ഥ്യമല്ലാത്തതാണോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ലേ, ഒരു കാണിച്ചു കൊടുത്തിട്ട് പറയാണ്. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ഥലത്ത് ഇതിനെ ആഭിചാരം എന്ന് മാത്രം, മറ്റുള്ള ഒരു അർത്ഥത്തിലോട്ടും പോവാതെയാണ് ഇവർ ആഭിചാരം എന്ന വാക്ക് നേരിട്ട് അതിനർത്ഥമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ആഭിചാരമാവാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അവിടെ നേരെ അതിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് അതിന് മറ്റർത്ഥങ്ങൾ കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പോലും നോക്കാതെ നേരെ ആഭിചാരം എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനവിടെ മിഥ്യയായിട്ടുള്ളൊരു കാര്യം എന്ന് വരാം. മിഥ്യയായിട്ടുള്ള കാര്യം എന്ന് വരുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടാണ് അവിടെ അതിൻ്റെ അർത്ഥം വരിക. വലാകിന്ന ഷയാത്വീന കഫറു യുഅല്ലിമൂന നാസ സിഹ്ർ, ഷെയ്ത്വാനുകൾ അവിശ്വസിച്ചിരിക്കുന്നു മനുഷ്യർക്ക് അസത്യമായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള നുണക്കഥകൾ പഠിപ്പിച്ചുകൊണ്ട്. അതെന്താണ് ആ നുണക്കഥ എന്നുള്ള ആദ്യം തന്നെ ആയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, വത്തബഅഉമാതത്തുലു ഷയാത്വീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാൻ നബിയുടെ രാജവാഴ്ചയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു എന്നുള്ളത്. ഓക്കെ, അടുത്ത ഒരർത്ഥം മായാജാലമാണ് എന്നുണ്ടെങ്കിലും അവിടെ പെർഫെക്റ്റായിട്ട് അവിടെ പോകും. മായാജാലം അല്ല, അത് ആഭിചാരമാണ് എന്ന് അവർ വാദിക്കാൻ ഉപയോഗിക്കുന്നത് അത് വമാ കഫറ സുലൈമാനു വലാക്കിന്ന ഷയാത്വിന കഫറു, അത് പഠിപ്പിച്ചുകൊണ്ട് അവർ അവിശ്വാസികളായി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. മായാജാലം പഠിപ്പിച്ചാൽ അവിശ്വാസികളാവേണ്ട ആവശ്യമില്ലല്ലോ, അത് ആഭിചാരം പഠിപ്പിച്ചാൽ മാത്രമേ അവിശ്വാസികളാവുള്ളൂ. അതുകൊണ്ട് അവിടെ വരുന്നത് ആഭിചാരം തന്നെയാണെന്നുള്ളത്. ഈ ഒരു വാദത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന ആളുകളൊക്കെ മുതുകാടിൻ്റെയും സാമ്രാട്ടിൻ്റെയും നമ്മളെ സ്റ്റേജ് കാണുന്ന മാജിക് ഷോകൾ മാത്രം കണ്ടിട്ടാണ് മാജിക്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടെന്നുള്ള. നമ്മൾ പഴയ കാലത്തിലെ കുറേ സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാജിക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഉപയോഗിച്ചതെന്ന്. പിന്നെ കാലം പുരോഗമിച്ച് നിയമങ്ങളും ഗവൺമെൻറ്റും സംവിധാനങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് മാത്രം. ആളുകളെ കൊള്ളയടിക്കാനും ആളുകളെ എല്ലാവിധത്തിലും അവരെ ജീവൻ വരെ അപഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമായിരുന്നു മുന്നേ ഇന്ദ്രജാലം. എന്തായാലും അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഇതിന് അവർ കൊടുക്കുന്നത് ആഭിചാരം എന്ന് മാത്രമേ നമ്മൾ പറയാൻ പറ്റുള്ളൂ എന്നാണ്. ഇനി ആഭിചാരം എന്നുള്ള അർത്ഥം തന്നെ നമുക്ക് അതിനെടുക്കാം. പല മുഫസ്സിരീങ്ങളും അവിടെ ആഭിചാരം എന്നുള്ള അർത്ഥം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആഭിചാരം എന്ന അർത്ഥം നമ്മളവിടെ കൊടുക്കുമ്പോൾ ഷയാത്തീനുകൾ അവിശ്വസിച്ചിരിക്കുന്നു ആഭിചാരം മനുഷ്യർക്ക് പഠിപ്പിച്ചുകൊണ്ട്. ഇതിൽ നിന്ന് ആഭിചാരത്തിന് ഫലസിദ്ധി ഉണ്ടെന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ഫലസിദ്ധിയുള്ള കാര്യം മാത്രമേ ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഫലസിദ്ധിയുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ജ്യോതിഷം. ഇന്ത്യയിൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വലിയ കോഴ്സാണ്, MBBS-നേക്കാളും വലിയ കോഴ്സാണ്. മുന്നേ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് 5.5 വർഷം ജ്യോതിഷത്തിന് പഠിച്ചിട്ടും ഡ്രോപ്പ് ഔട്ടായി. 5.5 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ജ്യോതിഷത്തിന് ഫലസിദ്ധി ഉണ്ടെന്ന് ഇവിടെയുള്ള ആരും എന്തായാലും വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഫലസിദ്ധിയുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒന്നാമതേ പൊട്ടത്തരം. രണ്ടാമത് ഇത് പഠിപ്പിച്ചത് ഷയാത്വീനുകളാണ്, മനുഷ്യ പിശാചുക്കളാണ്. ഏതെങ്കിലും നല്ല ആളോ അല്ല റസൂലോ വന്നിട്ടല്ല ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതോ ഒരു കാര്യം ഷയാത്തീൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് അങ്ങോട്ട് അവിടെ ഒപ്പിക്കുക. അള്ളാഹു അവിടെ വലാക്കിന്ന ഷയാത്വീന കഫറു, അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വത്തബഅഉമാതത്തുലു ഷയാത്വീനു അലാ മുൽക്കി സുലൈമാന എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു എന്താണ് അവിടെ തിരുത്താൻ നോക്കണമെന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ബനി ഇസ്രായേൽ സമൂഹം ആ സമയത്ത് സുലൈമാൻ നബിയുടെ രാജവാഴ്ച മാരണം ഉപയോഗിച്ചുകൊണ്ട് ആഭിചാരം മുഖേന ആയിരുന്നു എന്ന് അവരെന്തിനു വേണ്ടിയിട്ടായിരുന്നു വാദിച്ചത്? അവരത് ആഭിചാരത്തിന് ഫലസിദ്ധി ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാളൊരു രാജവാഴ്ച മൊത്തം ആഭിചാരം കൊണ്ട് നടത്തിയാൽ പിന്നെ അതിന് ഫലസിദ്ധി ഉണ്ടാവുമല്ലോ. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരാ വാദം കൊണ്ടുവന്നത്. അവിടെ അള്ളാഹു അത് തിരുത്തുക ചെയ്യുന്നത്. വമാ കഫറ സുലൈമാനു, സുലൈമാൻ നബി ആഭിചാരത്തിലൂടെയല്ല രാജവാഴ്ച നടത്തിയത്. വലാകിന്ന ഷയാത്വീന കഫറു യുഅല്ലിമൂന നാസ സിഹ്റ, ഈ സാധനം വെറും ഷയാത്വീനുകൾ കെട്ടിച്ചമച്ച് പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് ഈ ആഭിചാരം. അവർ പഠിപ്പിച്ചൊരു സാധനമാണ്, അല്ലാതെ ഒരു എന്താ പറയുക പ്രൂവണായിട്ടുള്ള ഒരു മെത്തഡല്ല. ഈ പ്രൂവണായിട്ടെന്ന് ഞാൻ പറയുന്ന രാജവാഴ്ച അത് വെച്ച് നടത്തിയെന്ന് പറയുമ്പോൾ അവർക്കതിൽ വിശ്വസിക്കാനുള്ള ഒരു രൂപമായി. അതല്ല എന്നാണ് അള്ളാഹു അവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അള്ളാഹു അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഇന്നത്തെ നവയാഥാസ്ഥികർ പറഞ്ഞു പരത്തുന്നത് എന്നർത്ഥം. എന്താണെങ്കിലും അവരവിടെ ആഭിചാരം എന്നുള്ള അർത്ഥം കൊടുത്തു. ഇനി അടുത്ത ആ ആയത്തിൻ്റെ അടുത്ത ഭാഗത്തിലോട്ട് വരാം. വമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബില ഹാറൂത്ത് വമാറൂത്ത്. ഇവിടെ വമാ എന്നുള്ളത് നമുക്കൊന്നെങ്കിലും നെഗേഷനായിട്ടും അത് അല്ല എന്നുള്ള രൂപത്തിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടും വമാ എന്നുള്ളത് എടുക്കും. ഞാൻ ടെക്നിക്കൽ ടേംസിലോട്ട് അധികമായിട്ട് പോകുന്നില്ല.
അപ്പോൾ ഈ കൂട്ടിച്ചേർക്കുന്നത് രണ്ട് രൂപത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കുക. ഇത് വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത വമാറൂത്ത്, ഇത് ഇറക്കിയിട്ടില്ല, വമാ ഇല്ല എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ സാധനം മൊത്തം ഇല്ലാതായി. ഹാറൂത്തിനെയും മാറൂത്തിനെയും ഈ പറഞ്ഞ മലക്കുകളെ ഒന്നും അങ്ങോട്ട് ബാബിലോണിൽ ഇറക്കിയിട്ടില്ല എന്നുള്ള അർത്ഥം വരിക. അതവർ പാടെ ആ ഒരു അർത്ഥം ഇല്ലാത്തതായിട്ട് അവരത് ഒഴിവാക്കി. ഇവർ സത്യം പറഞ്ഞാൽ ഒരു നേരിയ ഒരു പാലത്തിലൂടെയുള്ള ഒരു പോക്കാണ്. ഒന്നിങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ കള്ളം പൊളിഞ്ഞ് സത്യം വെളിവാവും. അപ്പോൾ ഓരോ ആയത്തിൻ്റെ ഭാഗത്തിനും ഒരു പ്രത്യേക അർത്ഥം മാത്രം എടുത്തിട്ടുള്ളൊരു പോക്കാണ്. ആ പാലത്തിൽ തന്നെ വലിയൊരു വിടവ് വരുന്നുണ്ട്. അത് പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. ഈ നേരിയ പാലത്തിൽ തന്നെ ഒരു വലിയൊരു വിടവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത വമാറൂത്ത്, മാറൂത്തിനെ ഇറക്കിയിട്ടില്ല എന്നുള്ള അവർ ഒഴിവാക്കി. പിന്നെ വരുന്നത് രണ്ട് രൂപത്തിലാണ്. ഇതിന് രണ്ട് സ്ഥലത്താണ് അറബി ഭാഷാപ്രകാരം ചേർത്ത് വെക്കാൻ സാധിക്കുന്നത്. അതായത് യു അല്ലിമൂന നാസ സിഹ്റ വലാ കിന്ന ഷയാത്തുന കഫറു യു അല്ലിമൂന നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി. ഷയാത്വീനുകൾ അവിശ്വസിച്ചു, സിഹ്റ് പഠിപ്പിച്ചുകൊണ്ടും പിന്നെ എന്ത് പഠിപ്പിച്ചുകൊണ്ട് ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും ഇറങ്ങിയതിനെ കുറിച്ചിട്ടും. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? സിഹ്റ് പഠിപ്പിച്ചുകൊണ്ടും വേറെ എന്തോന്ന് പഠിപ്പിച്ചുകൊണ്ടും അല്ലേ? സിഹ്റ് പഠിപ്പിച്ചുകൊണ്ടും എന്ന് ഒരിക്കലും പറയില്ലല്ലോ, പ്രത്യേകിച്ച് ഖുർആനിൽ അള്ളാഹു പറയില്ലല്ലോ. അപ്പോൾ സിഹ്റ് പഠിപ്പിച്ചുകൊണ്ടും മറ്റെന്തോ പഠിപ്പിച്ചുകൊണ്ടും ഷയാത്വീന് അവിശ്വാസികളായി എന്നാണ് അവിടെ അർത്ഥം വരുന്നത് അല്ലേ? അത് ഷയാത്വീനാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു അർത്ഥം എന്തായാലും അവരും സ്വീകരിക്കുന്നില്ല. കാരണം ഷയാത്വീൻ പഠിപ്പിച്ചത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അവർ ഷെയ്ത്താൻ്റെ ആൾക്കാരായി പോകും. അതവർക്കറിയാം അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതവിടെ പോയി. ഇനി അവർ സ്വീകരിക്കുന്നത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരൊറ്റ രൂപത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അത് വത്തബഅു മാ തത്ലു ഷയാത്വീൻ എന്ന് പറയുന്ന ഈ ആയത്തിൻ്റെ തുടക്കത്തിനോട് അത് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അതാണ് അവസാനത്തെ അത് ചേർത്ത് വെക്കാൻ പറ്റുന്ന രൂപം. അവർ പിൻപറ്റി ഷയാത്വീൻ പഠിപ്പിച്ച കാര്യം, പിന്നെ അവർ പിൻപറ്റി ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന മലക്കുകൾ ഇറങ്ങിയതിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു അർത്ഥം വരുമ്പോൾ മാത്രമാണ് ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന രണ്ട് മലക്കുകൾ വന്നിരുന്നു എന്നുള്ള അർത്ഥം അത് നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നത്. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്, ഹാറൂത്തും മാറൂത്തും എന്ന മലക്കുകൾക്ക് ഞാൻ ഇറക്കിയത് എന്നുള്ളത്. അതായത് അള്ളാഹുവിൻ്റെ അടുത്തിൽ നിന്ന് ഹാറൂത്തും മാറൂത്തും എന്ന മലക്കുകളിലേക്ക് ഇറങ്ങിയത് എന്നുള്ള രൂപത്തിലാണ് അത് വരിക. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് അവിടെ വരിക. വത്തബഅു മാ തത്ലു ഷയാത്തിനോട് ചേർത്ത് വെക്കുമ്പോൾ ക്ലിയർ അല്ല. അവിടെ അപ്പോഴും ഈ ഞാൻ പറഞ്ഞ പാലത്തിൻ്റെ ഇടയിലുള്ള വിടവ് വരികയാണ്. അവർ തൊട്ട മുന്നേ അവർ പറഞ്ഞു അത് സിഹ്റാണ്, അതായത് സിഹ്റാണ് പഠിപ്പിച്ചത്, അതും സിഹ്റിലെ തന്നെ ആഭിചാരം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ രണ്ടാമതായിട്ട് ഹാറൂത്തും മാറൂത്തും എന്ന മലക്കുകളിലോട്ട് ഇറക്കിയതെന്ന് പറയുമ്പോൾ അത് പിന്നെ ആഭിചാരോ സിഹ്റോ ആവില്ലല്ലോ, മറ്റെന്തോ ആണല്ലോ. ഇത് പെട്ടെന്ന് ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് അവരതും സിഹ്റിൻ്റെ ഈ ഇനാണ് ഇതും സിഹ്റിൻ്റെ ഈ ഇനാണെന്ന് അവർ വാദിക്കുന്നത്. അവിടെ അങ്ങനത്തെ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഇനി ഈ ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നത്തും ഫലാ തക്ഫുർ, ഞങ്ങൾ ഫിത്നയാണെന്ന് പറയാതെ അവരൊന്നും പഠിപ്പിച്ചിട്ടില്ല. വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, അവരുടെ നിന്ന് എന്ത് പഠിച്ചു? ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന എന്തോ എന്ന് പഠിച്ചു. ഈ എന്തോ എന്ന് എങ്ങനെ കൂടോത്രമായി മാറി? ഒരു ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടാവും ഒരു ബീഡിക്കുറ്റി മതി വലിക്കാത്ത ഒരാളെ പോക്കറ്റിൽ. നമ്മൾ ഒക്കെ പരസ്യത്തിൽ ₹1 ഒരു മുട്ടായി ഒരു ഭാര്യനും ഭർത്താവിനെയും കുറേ കാലം തെറ്റിച്ച എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ മെലഡി എന്താ അത്ര ചോക്ലേറ്റ് ആയതെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇതിന് ഭാര്യനും ഭർത്താവിനും തെറ്റി നമ്മൾ പ്രായമായ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി. ഓൽക്കൊക്കെ ഒരു ഹോബി ആയിരുന്നു ഇത്. അവരെ മുന്നത്തെ തലമുറ അതിനേക്കാളും. അവർക്കൊക്കെ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒരാളെ കിട്ടിയാൽ മതി, തെറ്റിച്ച് കൈ തരും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഈ കൂടോത്രത്തിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിന് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അപ്പോൾ ഇതൊക്കെ അങ്ങ് വാദിച്ചായിട്ട് ഒപ്പിക്കുകയാണ്. ഇതാണ് ഇപ്പം തെളിഞ്ഞല്ലോ ഇതാണ്, പിന്നെ നമുക്ക് അടുത്തതിലോട്ട് പോകാമെന്നുള്ള രൂപത്തിലാണ് പറയുക. ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരായത്തിന് ഇത് ഫലിക്കും എന്ന് വിശദീകരിക്കുന്നവർ പറയുന്നതിനെ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ഒരൊറ്റ അർത്ഥതലം മാത്രം എടുക്കും. ഇപ്പോൾ അത് ബോധ്യമായല്ലോ, ഇനി നമുക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ട് അടുത്തതിലോട്ട് പോകാമെന്നുള്ള രൂപമാണ് അവർ പൊതുവെ സ്വീകരിക്കാറുള്ളത്. ഇനി പറയുന്ന അതിലെ അവസാനത്തെ വാദം, അതിൻ്റെ തൊട്ടടുത്ത വാചകം വമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. അതവർ പറയുന്നത് ഇതുകൊണ്ട് ഒരാൾക്കും ഉപദ്രവം ചെയ്യാൻ പറ്റില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ, ഇല്ലാ ബിഇദ്നില്ല
എന്നാണ് അതിൻ്റെ തൊട്ടടുത്ത വാചകം. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇതിന് ഫലസിദ്ധി ഉണ്ട് എന്ന് വാദിക്കുന്നവർ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ സംശയം നമ്മുടെ ഇടയിലും വരുന്ന ഒരു വാചകം ഇവിടാണ്. ആദ്യത്തെ രണ്ടും പെട്ടെന്ന് ക്ലിയർ ആക്കുക, കുറച്ചൊന്ന് ബുദ്ധി കൊടുത്താൽ. അപ്പോൾ ഈ വമാഹും ബിദോരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബീദിനില്ല എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ എടുക്കാൻ പറ്റും. ഒന്ന് ഈ പറയുന്ന പോലെ തന്നെ, ഇവർ വാദിക്കുന്ന പോലെ തന്നെ, അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു പ്രത്യേക കേസുകളിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ മാത്രം നടക്കൂല എന്നുള്ള രൂപത്തിൽ. അല്ലെങ്കിൽ അതിൻ്റെ നേരെ തിരിച്ചും വരാം. സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല, അതൊരു കാര്യകാരണ ബന്ധമായിട്ട് നിശ്ചയിച്ചിട്ടില്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ അള്ളാഹു എന്തെങ്കിലും, അതായത് ഒരു ദൃഷ്ടാന്തമായിട്ടോ ഒരു പരീക്ഷണമായിട്ടോ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം അത് സ്വീകരിക്കാം, അത് നടക്കാം എന്നുള്ള രൂപത്തിൽ വരാം. നമുക്ക് ഈ ഇല്ലാ ബീദിനില്ല എന്ന് പറയുന്ന മറ്റു കുറച്ച് ആയത്തുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊതുവേ അള്ളാഹു ഇത് ഏത് രൂപത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്ത് യൂനുസിലെ 100-ാമത്തെ ആയത്തുണ്ട്. വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ല. അവിടെയും ഇല്ലാ ബിഇദ്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്കും മുഅ്മിനാവാൻ സാധിക്കുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാൾക്കും സ്വന്തം ഇഷ്ടപ്രകാരം മുഅ്മിനാവാൻ സാധിക്കില്ല, വിശ്വാസിയാവാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെ സൂറത്തു തഗാബുനിലെ 11-ാമത്തെ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല. അതായത് ഒരു മുസീബത്തും ബാധിക്കുകയില്ല. ഒരാൾക്ക് വിചാരിച്ചാലും മറ്റൊരാൾക്കോ സ്വന്തത്തിനോ മുസീബത്ത് ബാധിക്കാൻ പറ്റില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം. ഇവിടെ രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വേറെയുണ്ട്, ഞാൻ ആ ഒരു വിഷയത്തിലോട്ട് മാറിപ്പോകുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അള്ളാഹു ഇല്ലാ ബീദിനില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യം, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ നടക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആയത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെ നമ്മൾ എടുക്കുമ്പോൾ വമാഹും ബിദോരീന ബിഹി മിൻ അഹദിൻ, അതുകൊണ്ട് അവർക്ക് ആരെയും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ ഉപദ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ ഒരു സംഭവം മുഖേന ആരും ഉപദ്രവിക്കാൻ സാധിക്കില്ല. അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങളിലൂടെ അള്ളാഹു വിചാരിക്കുമ്പോൾ മാത്രമേ ഉപദ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ രൂപത്തിൽ വായിച്ചാൽ മതി, അതവിടെ കറക്റ്റാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇത് പറഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ വ്യാഖ്യാനിച്ച് ഒരു വ്യാഖ്യാനം പറഞ്ഞ് അതാണ് ശരിയെന്ന് പറയുന്ന ആളായി മാറും. നമ്മളതിൽ പെടാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ പൂർണ്ണ രൂപത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം അവിടെ ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമാവും. ആരെയും ഇങ്ങനെ പറഞ്ഞ് ഇതാണ് ശരി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം നമ്മൾ പഠിതാക്കൾക്ക് എന്തായാലും ഒരിക്കലും ഇല്ല. അതവിടെ കഴിഞ്ഞു. ഇനി ഒരു അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പുണ്ട്. ചിലർ അതും കൊണ്ട് വരും, ചിലർ കുറച്ച് ബുദ്ധിയുള്ളവർ ആ ഭാഗം ഒഴിവാക്കി ഈ 3 വാദങ്ങളെ പൊതുവെ കൊണ്ടുവരാറുള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, അതായത് അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരവുമില്ല, പക്ഷേ ഉപദ്രവം മാത്രമേ ഉള്ളൂ എന്നുള്ള വാദം. ഇതുകൊണ്ട് ചിലർ പറയാറുണ്ട്, അപ്പോൾ കണ്ടോ ഉപകാരം ഇതുകൊണ്ട് നടക്കില്ല, ഈ പറഞ്ഞ കൂടോത്രം മുഖേന ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഉപദ്രവം ചെയ്യാൻ പറ്റുമല്ലോ, അതാണല്ലോ ഞങ്ങൾ പറയുന്നുള്ളത്. അത് തീരെ ചിന്തിക്കാത്തവർ പറയുന്ന വാദമാണ്. കാരണം അതിൻ്റെ തൊട്ട മുന്നേ ഉണ്ട് വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ, ആർക്കും നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ പറ്റില്ല എന്നുള്ള അതിൻ്റെ തൊട്ട മുന്നേ ഉണ്ട്. ഇവിടെ വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, ഈ പഠിച്ച ആളുകൾക്ക് തന്നെ അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഉപകാരം പഠിച്ച ആളുകൾക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് ഫലസിദ്ധി ഇല്ല എന്നുള്ള അവിടെ വ്യക്തമായിട്ടാണ് അതിന് മനസ്സിലാവുന്നത്. നമുക്കിപ്പം ഇത് ഒരാൾ ഉപദ്രവിക്കുന്ന ഒരു കാര്യം ഞാൻ പഠിച്ചു. ഇപ്പം ഞാൻ വാൾപ്പയറ്റ് പഠിച്ചു, എനിക്ക് ഫൈസൽ ഖാൻ ഒന്ന് വെട്ടണം. അപ്പം ഞാനീ പഠിച്ചതിൻ്റെ ഉപകാരം എപ്പോഴാണ് സംഭവിക്കുക? ഞാനിത് വെട്ടിയിട്ട് ഉപദ്രവം പറ്റുമ്പോഴല്ല, ആ ഉപകാരം ഇല്ല എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് തന്നെ, ഈ പഠിച്ചവർക്ക് അതിനെന്താണ് ഉപദ്രവമാണ് അതിലുള്ളത്. പഠിച്ചവർക്ക് ഉപദ്രവം മാത്രമാണുള്ളത്, ഒരു ഉപകാരവും ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇതിൻ്റെ പിറകെ നടക്കുന്നവർക്ക് ഈ ലോകത്തിലും നഷ്ടങ്ങൾ മാത്രമേ സാമ്പത്തികമായിട്ടും ആളുകളുടെ ഇടയിലും അവർ ലഭ്യരാവുകയാണ് പൊതുവേ ചെയ്യാറ് അതിൻ്റെ പിറകെ പോകുമ്പോൾ. എന്നിട്ട് തൊട്ട ശേഷമാണ് പറയുന്നത് പരലോകത്തെക്കുറിച്ചിട്ട്. വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ്. പരലോകത്ത് അവർക്ക് യാതൊരു വിഹിതവുമില്ല, അവരുടെ സ്വന്തത്തെ തന്നെ വിറ്റത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾക്കാവുന്നു. ലൗ കാനൂ യഅലമൂൻ, അവരെ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിൽ ഫലസിദ്ധി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി വാദിക്കുന്നത്. എല്ലാ വാദവും വെറും പൊള്ളത്തരമാണ്. പക്ഷേ
പലരും ആ കേട്ടപാട് അത് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ അട്ടി പരിശോധിച്ചിട്ടാണ് പലരും സ്വീകരിക്കുന്നത് ഇന്നത്തെ സമൂഹം. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ഒരു പണ്ഡിതനെ പറഞ്ഞൊരു വാക്കാണ് സംസാരത്തിൽ. ഇത്രയും വലിയ അട്ടിയിലെ പുസ്തകം എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞാണ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിലോട്ടൊക്കെ പോയിരിക്കണം. എന്താണെങ്കിലും നമുക്ക് ഈ ആയത്തിൻ്റെ ഇനി പൂർണ്ണമായിട്ടുള്ള രൂപത്തിലോട്ട് വരാം. അതിനാദ്യം നമുക്ക് അതിൻ്റെ തൊട്ട മുന്നത്തെ ആയത്തൊന്ന് പരിശോധിക്കാം. അതിന് ശേഷം അവിടെ അന്നുണ്ടായിരുന്ന ആ ഒരു ചുറ്റുപാടും സാഹചര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് ചരിത്ര പുസ്തകങ്ങളിലൂടെ അതൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഈ ആയത്തിൻ്റെ സമ്പൂർണ്ണ രൂപത്തിലോട്ട് വരുമ്പം ഒരു സംശയത്തിനും പഴുതില്ലാതെ ഇതിലെന്താണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആരുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതിങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയേണ്ട ഒരു ആവശ്യം വരികയില്ല എന്നുള്ളതാണ് അതിൻ്റെ രസം. അതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് നമുക്ക് അവിടെ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ തൊട്ട മുന്നത്തെ ആയത്ത് വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖൻ ലിമാ മഅഹും നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. അവരെ അടുത്തോട്ട് ഒരു റസൂൽ ഒരു കിതാബും കൊണ്ട് വന്നപ്പോൾ, ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ കുറിച്ചിട്ടാണ് സൂറത്തുൽ ബഖറയിൽ ആ ഭാഗം മൊത്തം പറയുന്നത് നമുക്കറിയാം. അവരതിനെ കളവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള കിതാബ് വെച്ചിട്ട് അവർ പരമാവധി ശ്രമിച്ചു. അവരുടെ കയ്യിലുള്ള കിതാബ് ഏതാ? തൗറാത്ത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അവർ ഇതിനെ കളവാക്കാൻ വേണ്ടി എത്ര നോക്കിയിട്ടും നടക്കണില്ല. മുഴുവൻ ഇഞ്ചോട് ഇഞ്ച് മാച്ചിങ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ കിതാബ് അവർ മുതുകിൻ്റെ ബാക്കിലൂടെ വലിച്ചെറിഞ്ഞു. എന്താ കാരണം എന്നുള്ള എല്ലാവർക്കും ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ കുറിച്ച് അറിയാം. അങ്ങനത്തെ അഭിമാനികളായിരുന്നു. അവരെ ഇതിന്നല്ലാതെ, അവരുടെ ഗോത്രത്തിൽ നിന്നല്ലാതെ അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിനെ കളവാക്കിയേ തീരൂ. എന്ത് വില കൊടുത്തിട്ടും അവർക്ക് ഖുറാനെ കളവാക്കിയേ പറ്റൂ. അവരുടെ കയ്യിലുള്ള ഗ്രന്ഥം കൊണ്ട് അവർക്കതിനെ കളവാക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവർക്ക് മനസ്സിലായി. കുഴപ്പമില്ല, അത് വലിച്ചെറിഞ്ഞു. കളവാക്കാൻ പറ്റുന്ന അടുത്ത മാർഗങ്ങളിലോട്ട് പോയി. അത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അവർ ആസാഫിൻ്റെ പുസ്തകത്തിലോട്ട് തിരിഞ്ഞെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആസാഫിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ സഫർ അസാഫ് അല്ലെങ്കിൽ സഫർ റഫിയാത്ത് എന്നുള്ള പേരിൽ ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് ആരാ എഴുതിയതെന്ന് വലിയ പല അഭിപ്രായങ്ങളുണ്ട്. സുലൈമാൻ നബിയുടെ രാജവാഴ്ചയിലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയെന്നോ അദ്ദേഹത്തിൻ്റെ ഒരു സേവകനെന്നോ, ഇനി ഇഫ്രീത്ത് എന്ന് ഖുറാനിൽ പറയുന്ന ഇഫ്രീത്തു മിനൽ ജിന്ന് എന്ന് പറയുന്ന ആ ഒരു മല്ലനായിട്ടുള്ള ഇഫ്രീത്തിനാണ് ഇവർ ആസഫ്, അങ്ങനെ പല രൂപത്തിൽ ഇവർ പറയുന്നുണ്ട്. എന്തായാലും ആരോ ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ്. അവർ ആ പുസ്തകത്തിലോട്ട് തിരിഞ്ഞെന്നുള്ളത് ഒരു സംശയത്തിനും ഇടവരാതെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ പറ്റും. പല ചരിത്ര ഗ്രന്ഥങ്ങളിലും അവർ ആസഫിൻ്റെ പുസ്തകത്തിനെ പിൻപറ്റിയതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ആസാഫ് എന്ന് ചിലർ പ്രൊണൗൺസ് ചെയ്യും, അസഫ് എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് ഒരു പേരാണ്. അസഫ് എന്ന യഹൂദി എന്ന് പല സ്ഥലത്തും കാണാൻ പറ്റും. അങ്ങനെയൊക്കെ പല രൂപത്തിലും വിളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ആ ഒരു പുസ്തകത്തിൽ നമുക്ക് അത് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മറി കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ അവസാനം, ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിലെ ആദ്യത്തെ മെഡിക്കൽ പുസ്തകമാണ്. വൈദ്യശാസ്ത്രത്തിലെ ഹീബ്രു ഭാഷയിൽ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ് ഈ പുസ്തകം. അപ്പോൾ ഇതിൽ അവസാനം ഒരു ഓത്തുണ്ട്. നമ്മൾ പ്രതിജ്ഞ എടുക്കുമല്ലോ. ഈ പ്രതിജ്ഞ ഒരു 60 ചില്ലാനം പോയിൻ്റാണ്, 62 പോയിൻ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് അന്നത്തെ കാലത്തൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും അവരെ കോഴ്സ് കഴിയുമ്പം ഈ പ്രതിജ്ഞ, ഈ 62 പോയിൻ്റ് അത് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ ഉള്ളടക്കം മുഴുവൻ കിട്ടും. അപ്പോൾ ഇതിലെ 62 പോയിൻ്റുകളിൽ ഏകദേശം എല്ലാം ഖുറാനായിട്ട് യോജിക്കുന്ന, അവർ ഖുറാനെ കളവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് തിരിഞ്ഞതെന്നുള്ളത് നമ്മൾ ഓർക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ പോയിൻ്റുകളും ഖുറാനായിട്ട് യോജിക്കുന്നതാണ്. ഏകദൈവത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ ചികിത്സ നല്ല മാർഗ്ഗങ്ങളിലൂടെ എടുക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ചുറ്റുവട്ടത്ത് നിന്ന് നമ്മുടെ അള്ളാഹു സംവിധാനിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചികിത്സ കിട്ടും എന്നൊക്കെയുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ളതും ഖുറാനോട് യോജിക്കുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എവിടാണ് ഈ അസഫിൻ്റെ പുസ്തകം ഖുറാനെ കളവാക്കുന്നതാവുന്നത്? 2 കാര്യങ്ങളിലാണ് അത് ഖുറാനായിട്ട് വിയോജിക്കുന്നത്. ഒന്നാമത്തത് അത് ജ്യോതിഷത്തിൻ്റെ ഫലപ്രാപ്തി അവിടെ പറയുന്നുണ്ട്. ജ്യോതിഷാണ്, അതായത് നക്ഷത്രങ്ങളെയും പ്ലാനറ്റുകളൊക്കെ അവലംബിച്ചുകൊണ്ട് നമുക്ക് പല ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റും എന്നുള്ളത്. രണ്ടാമത്തത്
ഈ ആഭിചാരത്തിന് ഫലസിദ്ധി ഉണ്ട് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആഭിചാരത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ള രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഖുറാനെ കളവാക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത ഒരു കാര്യം ഇതാണ് അസഫിൻ്റെ പുസ്തകം. രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് അവർ സുലൈമാൻ്റെ രാജവാഴ്ചയെക്കുറിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മനുഷ്യപിശാചുകൾ പറഞ്ഞു പരത്തിയിട്ടുള്ള അത് ആഭിചാരം മുഖേന ആയിരുന്നു. സുലൈമാൻ നബി അത്ഭുതങ്ങൾ കാണിച്ചിരുന്നല്ലോ, പക്ഷികളോട് സംസാരിക്കുന്ന പോലെയുള്ള, ഇതൊക്കെ ആഭിചാരം മുഖേന ആയിരുന്നു എന്നവർ പറഞ്ഞു പരത്തി. അതിന് ഫലസിദ്ധി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിലും അവർ വിശ്വസിച്ചു. അസഫിൻ്റെ പുസ്തകം, പിന്നെ സുലൈമാൻ നബിയുടെ രാജവാഴ്ച ആഭിചാരമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം, അതാണ് ഈ ബാബിലോണിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുള്ള ആ ഒരു സംഭവം. ഇതൊരു നല്ല രസകരമായിട്ടുള്ള കഥയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് വനിതയെ പോലും വായിക്കാൻ കിട്ടാത്ത അത്രയും രസമുള്ള കഥയാണ്. ഉറങ്ങണവർക്കൊക്കെ കുറച്ച് നേരത്തിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആവുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇല്ല, ആരും ഉറങ്ങണില്ല, ഞാനൊരു അതിശക്തിയായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ കഥൻ്റെ തുടക്കം വരുന്നതെന്ന് വെച്ചാൽ, ഒരു കഥക്ക് എപ്പോഴും ഒരു ബേസ് ഉണ്ടാവും. അവിടെ നിന്നല്ല ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക ഈ ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ. ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത് എവിടുന്നാന്ന് നോക്കി നല്ല രസമാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ കുറച്ച് മുന്നോട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, സൂറത്തുൽ ബഖറിൻ്റെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് 2 പേജ് കഴിഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. എന്താ, ഫില്ലർലി ഖലീഫ എന്ന് പറയുന്ന ആയത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത്? വൈദ് ഖാലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മാഷാഅല്ലാഹ്, നിങ്ങളെ മുന്നിലിരുന്നാണ് സംസാരിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അല്ല, ഇത്രയും നല്ലൊരു ശരിക്കുള്ള ഖുർആൻ ഗവേഷകൻ തന്നെയാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ അള്ളാഹു എൻ്റെ പ്രതിനിധികളെ ഞാൻ ഭൂമിയിലോട്ട് അയക്കാൻ പോവുകയാണെന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അപ്പം മലക്കുകൾ പറഞ്ഞു, ഈ രക്തം ചിന്തുന്നവരെയും ഇങ്ങനെയുള്ള ആളുകളെയാണോ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണോ അയക്കുന്നത്? ഞങ്ങളല്ലേ ഈ ഉത്തമരായിട്ടുള്ളത്, നിനക്ക് സ്തുതികീർത്തനം നടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കറിയില്ല, എനിക്കറിയുന്നത് എന്ന് അള്ളാഹു പറഞ്ഞ് അവിടെ നിർത്തി. ഈ കഥ അവിടെ നിർത്തിയില്ല ആര്, ബനു ഇസ്രായേൽ സമൂഹം. അതിൻ്റെ മേലെ നല്ലൊരു ഭംഗിയുള്ളൊരു കഥ ഉണ്ടാക്കി. ഈ സംഭവത്തിന് ശേഷം അള്ളാഹു മലക്കുകളും തമ്മിൽ പൊരിഞ്ഞ പോര്, ഭയങ്കര വാക്കുകൾക്കുണ്ടായി. അങ്ങനെ അവസാനം അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, എന്നാൽ നിങ്ങളിൽ ഏതെങ്കിലും 2 പേരെ നിങ്ങൾ പ്രതിനിധികളായിട്ട് സെലക്ട് ചെയ്യും, അവരെ നമുക്ക് ഭൂമിയിലോട്ട് അയക്കാം, മനുഷ്യവികാരം കൊടുത്തുകൊണ്ട് ഭൂമിയിലോട്ട് അയക്കാം. അവർ എന്തായിത്തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അവർ വീണ്ടും നിങ്ങൾ ഈ പറയുന്ന പോലെ ഭയങ്കര അള്ളാഹുവിനെ തസ്ബീഹ് മാത്രം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായി നിലകൊള്ളോ, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളിലോട്ട് പോകുക എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അവരെ ഏറ്റെടുത്തു. അങ്ങനെ അവരുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത 2 പേരാണ് ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള 2 മലക്കുകൾ. അങ്ങനെ ഈ മലക്കുകൾക്ക് മനുഷ്യവികാരം കൊടുത്തു, മനുഷ്യരൂപം കൊടുത്തു, ഭൂമിയിലോട്ട് അയച്ചു. കുറേ കാലമൊക്കെ പോലും ഭയങ്കര ഉഷാറായിട്ട് നല്ല വിശ്വാസികളായിട്ട് ഇങ്ങനെ പോയി, ഭയങ്കര പെർഫെക്റ്റായിട്ട് പോയി. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞപ്പം അവരെ മുന്നിലോട്ട് ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ വന്നു. സുഹ്റ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ഒരു വേശ്യ സ്ത്രീ ആയിരുന്നു എന്നും പറയപ്പെടുന്നു. അപ്പം ഈ സ്ത്രീ അവരുടെ മുന്നിലോട്ട് വന്നപ്പം പിന്നെ ഇവരുടെ അത്രയും കാലം പിടിച്ചിരുന്ന കൺട്രോളൊക്കെ ഇവരത് പോയി എന്നാണ് പറയുന്നത്. അവർ ആ സ്ത്രീയായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവർ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ അവർ ഈ ആഗ്രഹം അവസാനം എന്ത് ചെയ്തു, ആ സ്ത്രീയോട് പോയി പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ എന്ത് പറഞ്ഞു, സുഹ്റ എന്ന് പറയുന്ന ഈ സ്ത്രീ പറഞ്ഞു, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കാമെന്നുള്ളത്. അപ്പം മലക്കുകൾ ഇല്ല, നമ്മൾ ഇതൊരു പരീക്ഷണത്തിലാണല്ലോ, അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവർ പിന്നെയും പിടിച്ചെന്നു. അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നൊന്നും പറഞ്ഞില്ല. അപ്പം ആ സ്ത്രീ പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, അത് പോട്ടെ, നിങ്ങൾ വേറൊരു കാര്യം ചെയ്താൽ മതി. ഒരു കുട്ടീനെ കാണിച്ചു കൊടുത്തിട്ട് ഈ കുട്ടീനെ നിങ്ങൾ വധിച്ചാൽ ഓക്കെയാണ്, കുട്ടീനെ വധിക്കാൻ തയ്യാറാണെന്ന്. അപ്പം മലക്കുകൾ, വധിക്കുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് അവർ വീണ്ടും അത് ചെയ്തില്ല. അപ്പോൾ അവസാനമായിട്ട് അവരെ മുന്നിൽ ഒരു ഓപ്ഷൻ ഇട്ടു. കുറച്ച് മദ്യം മുന്നിലൊരു മദ്യത്തിൻ്റെ കുടം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഈ മദ്യം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ റെഡിയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, മദ്യം കുടിക്കുന്നത് ഇപ്പം അത്ര വലിയൊരു പ്രശ്നമല്ലല്ലോ, കൊല്ലുന്നേം അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യമല്ലല്ലോ, അത് മദ്യം കുടിക്കുന്നതുകൊണ്ട് ഇപ്പം ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്തു, അവർ ആ മദ്യം കുടിച്ചു. അതിനുശേഷം ആ സ്ത്രീയായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം ആദ്യം കാണിച്ച ആ കുട്ടിയെ കൊല്ലുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം സംഭവിച്ചു. ഈ സുഹ്റ എന്ന് പറയുന്ന ഈ സ്ത്രീ അവരിൽ നിന്ന് ഇസ്മുൽ അഅ്ലം പഠിച്ചുകൊണ്ട് ആകാശത്തേക്ക്
ആകാശത്തിലേക്ക് പോവാനുള്ള കവാടം തുറക്കപ്പെട്ടു, ആകാശത്തിലോട്ട് പോയി. അങ്ങനെ അതാണ് ഈ സൊഹ്റ, കൗക്കബ് സഹ്റ എന്ന് പറയും. വീനസ് അല്ലെങ്കിൽ ശുക്രൻ, നക്ഷത്രമല്ല ശരിക്കും പ്ലാനറ്റാണ്, അവർ അറബിയിൽ കൗക്കബ് സഹ്റ എന്നാണ് പറയുക. ആ നക്ഷത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന ആ സ്ത്രീയാണെന്നാണ് പറയുന്നത്. കഥ നല്ല രസമാണ്. അപ്പോൾ അതിനുശേഷം തീർന്നിട്ടില്ല, അതിനേക്കാളും ക്ലൈമാക്സിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പം അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് അവരെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണ് ചെല്ലുന്നത്, നമുക്ക് മനസ്സിലായി പറ്റിപ്പോയി എന്നുള്ള രീതിയിലാണ് അവർ ചെല്ലുന്നത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, വേറെ ഒന്നും പറയണ്ട, ഇവിടുത്തെ ശിക്ഷയാണോ വേണ്ടത്, ഇഹലോകത്തെ ശിക്ഷയാണോ വേണ്ടത്, പരലോകത്തെ ശിക്ഷയാണോ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അവർ പറഞ്ഞു ഇഹലോകത്തെ ശിക്ഷ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു അവരെ രണ്ടുപേരെയും ഇഹലോകത്തേക്ക് തന്നെ ഇറക്കിയിട്ട് ബാബിലോണിലെ ഒരു കിണറ്റിൻ്റെ മേലെ തല കീഴായി അവരെ രണ്ടുപേരെയും കൂടി തൂക്കിയിട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ തല കീഴായി തൂക്കിയിട്ടിട്ട് ആളുകളൊക്കെ അവരുടെ അടുത്തോട്ട് പോകുമ്പം അവരെ ആഭിചാരം പഠിപ്പിക്കലാണ് ഇവരുടെ പണി. ആ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ഇവരെന്ത് പറയും, ഞങ്ങൾ ഒരു ഫിത്നയാണ് കേട്ടോ, നിങ്ങളിത് പഠിച്ചുകൊണ്ട് അവിശ്വസിക്കരുത് എന്നവർ പറയും. ഇതാണ് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഈ തൊട്ട ശേഷമുള്ള ആയത്തിൽ ബാബിലോണിൽ യഥാർത്ഥത്തിൽ മലക്കുകളെ ഇറക്കി എന്ന് പറയുന്നവർ അതിൻ്റെ ഈ പൂർണ്ണ രൂപം കൂടി, ഈ കെട്ടുകഥ മുഴുവൻ അവർ സ്വീകരിക്കുന്നവരായിരിക്കണം, അത് സ്വീകരിക്കണം. ആ കഥയിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അത് തിരുത്തുകയാണ് യഥാർത്ഥത്തിൽ റബ്ബോട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തലകീഴായി തൂക്കിയിട്ടത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കുറേ സാഹിത്യങ്ങളും കുറേ കലാരൂപങ്ങളും കിട്ടും. ഓരോരുത്തരുടെ ഭാവനയിൽ ഈ ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും ലുക്ക് നല്ല രസമുള്ള പല രൂപങ്ങളുണ്ട്. ഇങ്ങനെ കിണറ്റിൻ്റെ മേലെ ഇങ്ങനെ തലകീഴായി നിൽക്കുന്ന രണ്ടുപേരെ കുറേ അവരുടെ പഴയകാല പുരാതന സാഹിത്യങ്ങളിലും കലാരൂപങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പം അതാണ് അതിലെ വിശ്വാസം. ഇനി ഇവർക്ക് ഖുറാനെ കളവാക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്വീകരിച്ചിട്ടുള്ള ഈ വിശ്വാസം നമുക്ക് അതിന് പ്രധാന 4 പോയിന്റുകൾ നമുക്ക് എടുക്കാം. ഈ ആസഫിൻ്റെ പുസ്തകവും സുലൈമാൻ നബിയുടെ രാജവാഴ്ചയും പിന്നെ ഈ ബാബിലോണിൽ ഇറക്കപ്പെട്ടിട്ടുള്ളതിനും ഒക്കെ കൂടി നമുക്ക് ക്ലബ് ചെയ്തിട്ട് 4 പോയിന്റ് അതിൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് ഒന്നെന്താണെന്ന് വെച്ചാൽ, സുലൈമാൻ നബി രാജവാഴ്ച ചെയ്തത് ആഭിചാരം മുഖേനയായിരുന്നു. ആഭിചാരം മുഖേന അള്ളാഹുവിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കാഫിറായിക്കൊണ്ടായിരുന്നു സുലൈമാൻ നബി രാജവാഴ്ച നടത്തിയത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവർക്ക് മലക്കുകൾക്ക് എന്തോ ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഈ ഹാറൂത്തും മാറൂത്തും എന്ന മലക്കുകൾ ഈ ശിക്ഷ എന്തൊക്കെ കഴിഞ്ഞിട്ട് ഈ കിണറ്റിൽ തൂക്കിയിട്ടിട്ട് അവരെടുത്തോട്ട് ആളുകൾ പോകുമ്പം അവർക്ക് ആഭിചാരം പഠിപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ് കേട്ടോ, നിങ്ങൾ അത് കേൾക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഒരു കാര്യം. നാലാമത്തത്, ഈ ഒരു ആഭിചാരം എന്ന ഈ ഒരു സിഹറിൻ്റെ ഇനത്തിന് അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ അള്ളാഹുവിൻ്റെ ഖളാ ഖദറിനെ മറികടന്നുകൊണ്ട് അതിന് സ്വയമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. അത് ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും അതുകൊണ്ട് അവർക്ക് ദ്രോഹിക്കാൻ പറ്റും എന്നുള്ള ഈ ഒരു 4 വിശ്വാസം, ഈ ഒരു ചരിത്രം അറിഞ്ഞുകൊണ്ട് ഈ മുന്നത്തെ ആയത്ത് മനസ്സിലാക്കി ഇവർ ഖുറാനെ കളവാക്കാൻ വേണ്ടിയിട്ട് എന്തിലോട്ടോ തിരിഞ്ഞു എന്നാണ് മുന്നത്തെ ആയത്ത് പറയുന്നത്. ആ ഖുറാനെ കളവാക്കാൻ വേണ്ടിയിട്ട് അവർ സ്വീകരിച്ച 4 പോയിന്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ അടുത്ത ആയത്തിലോട്ട് പോകുമ്പോൾ, അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ആ രൂപത്തിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ആ ആയത്തിൻ്റെ ആ ദൃഷ്ടാന്തം കാണാൻ പറ്റും. ആ ആയത്ത് ഒരു ആയത്തായി മാറുന്നത് എത്ര മനോഹരമായിരിക്കും എന്നുള്ളത് നമുക്കപ്പോൾ കാണാൻ പറ്റും. വത്തബഉ മാ തത്ലു ഷയാത്വീനു അലാ മുൽക്കി സുലൈമാൻ. അവർ സുലൈമാൻ നബിയെ കുറിച്ചിട്ട് ഷയാത്തീനുകൾ പഠിപ്പിച്ചതിനെ അവർ പിൻപറ്റി. വമാ കഫറ സുലൈമാനു. അവിടുത്തെ 4 പോയിന്റുകളിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കണം. വമാ കഫറ സുലൈമാനു. സുലൈമാൻ നബി അല്ല ആഭിചാരത്തിലൂടെ രാജവാഴ്ച ചെയ്തുകൊണ്ട് കാഫിറായത്. വലാകിന്ന ഷയാത്വീന കഫറു യുഅല്ലിമൂന നാസ സിഹറ. ഷെയ്ത്താനുകളാണ് ഇല്ലാ കഥകൾ പഠിപ്പിച്ചുകൊണ്ടോ ആഭിചാരം പഠിപ്പിച്ചുകൊണ്ടോ കാഫിറായത്. അവിടെ ഒരു വ്യത്യാസം വരില്ല. ആഭിചാരമാണെങ്കിലും മാജിക് ആണെങ്കിലും ഇല്ലാ കഥ ആണെങ്കിലും ഒരു വ്യത്യാസം വരില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ രസം. അത് കഴിഞ്ഞിട്ട് വമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബിൽ ഹാറൂത്ത് വമാറൂത്ത്. ഹാറൂത്തും മാറൂത്തും എന്ന 2 മലക്കുകൾക്ക് നിങ്ങൾ ഇവർ ഈ പറയുന്ന പോലെ ഒന്നും ഇറക്കിയിട്ടില്ലട്ടോ. വമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബിൽ ഹാറൂത്ത് വമാറൂത്ത് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതും ഫലാ തക്ഫുർ. ഇവർ ഈ പറയുന്ന പോലെ ഈ തൂക്കിയിട്ട ആളുകളിലോട്ട് പോയിട്ട് അവർ നിങ്ങൾ പഠിക്കരുതിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല. വയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. എന്നിട്ടും അവർ എവിടുന്നോ ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുന്ന എന്തോന്ന് പഠിച്ചു. ഇങ്ങനെ ആരെ ഇറക്കിയിട്ടില്ല, അവരങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് അവർ പഠിച്ചു. വയതഅല്ലമൂന
മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. 4ാമത്തെ പോയിന്റ്. അതായത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് മുഖേന നിങ്ങൾക്ക് ആരെയും ഒരു ദ്രോഹവും ചെയ്യാൻ പറ്റില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ആർക്കെതിരെയും എന്ത് ദ്രോഹവും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും. അവർക്ക് ഈ പഠിച്ച ആളുകൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത, അവർക്ക് ദ്രോഹം മാത്രമുള്ള കാര്യം അവർ പഠിച്ചു. വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാ ലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവരെ പരലോകത്ത് അവരെ വിഹിതം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം അവർ പഠിച്ചു. അവരെ സ്വന്തത്തെ അവർ നഷ്ടപ്പെടുത്തി. വലബിഅസ മാ ശറൂ ബിഹി അൻഫുസഹും. അവരെ സ്വന്തത്തിന് എന്തിനു വേണ്ടി വിറ്റോ, വളരെ നീചമായതത്രേ അത്. ലൗ കാനൂ യഅലമൂൻ. അവരറിഞ്ഞിരുന്നെങ്കിൽ. എത്ര മനോഹരമായിട്ടാണ് അതിലെ ആഭിചാരം ഫലിക്കും എന്നുള്ളതല്ല, ആ ഫലിക്കും എന്ന് പറയുന്നത് ഖുർആനെ കളവാക്കുന്നതാണ് എന്ന് അള്ളാഹു അവിടെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അന്നത്തെ അള്ളാഹു അക്രമികൾ എന്ന് വിളിച്ചിട്ടുള്ള ബനൂ ഇസ്രായേൽ സമൂഹം, അവർ ഖുർആനെ കളവാക്കാൻ വേണ്ടിയിട്ട് മറ്റു പലതിലോട്ടും തിരിഞ്ഞു അല്ലേ? ആസഫിൻ്റെ പുസ്തകത്തിലോട്ടും മറ്റു പല കെട്ടുകഥകളിലോട്ടും തിരിഞ്ഞു. ഇന്ന് നമ്മളോ ആ ഖുർആനെ കളവാക്കാൻ ആ ഖുർആൻ തന്നെ ഉപയോഗിച്ചു. ആരാണ് ഏറ്റവും വലിയ അക്രമികൾ? അള്ളാഹു ഖുർആനിലെ ഒരായത്തിലൂടെ ഖുർആനെ കളവാക്കുന്നതിനെ തിരുത്തുകയാണ്. ഈ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലൂടെ ഈ ഖുർആനെ ആഭിചാരത്തിന് ഫലസിദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ് കളവാക്കുന്നതിനെ ആ ആയത്തിലൂടെ തിരുത്തുക. അതേ ആയത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ തിരുത്തി. തഗ് ലൈഫ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം അള്ളാഹുവിനെ തിരിച്ചങ്ങോട്ട് തിരുത്തുകയാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ തിരുത്തി അള്ളാഹുവിനെ നമ്മൾ തിരുത്താൻ തുടങ്ങി. നമ്മൾ ചിന്തിക്കണം. നമ്മളെ സ്വാഗത പ്രസംഗത്തിൽ ഫൈസൽക്ക പറഞ്ഞ പോലെ ഉത്തമ സമൂഹമായിട്ട് അള്ളാഹു നമ്മളെ നിയമിച്ചിട്ടുള്ളത് എന്താണ് തൗഹീദ് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, എന്തല്ല തൗഹീദ് എന്ന് പറയാനും കൂടിയിട്ടാണ്. എൻ്റെ സ്വന്തം വിശ്വാസം കറക്റ്റാക്കിയിട്ട് ഞാനതിൽ തൃപ്തനാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമ്മളെ ചുറ്റുപാടുമുള്ള സിംഹഭാഗം വരുന്ന, ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം ഇതിലേത് വിശ്വാസത്തിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ തെറ്റായിട്ടുള്ള വിശ്വാസം നമ്മൾ തിരുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഈ ആയത്തിനോട് ചേർത്ത് വെച്ചിട്ട് ഒരൊറ്റ ആയത്തും കൂടി മാത്രമാണ് അവർക്ക് ഇന്നേ വരെ ഖുർആനിൽ ഈ ആഭിചാരത്തിന് ഫലസിദ്ധി ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റിയത്. കുറച്ചുകൂടി സമയം ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ അത് ഏതാണ് ആ 2ാമത്തെ ആയത്ത്? വത്തബഉ മാ തത്ലു ശയാത്തീനും അല്ലാത്ത വേറൊരു ചെറിയ ആയത്തുണ്ടല്ലോ, ഈ മറ്റേ ഇന്ദ്രജാലം നടത്തുന്ന മറ്റേ അല്ല, ഏറ്റവും ചെറിയ സൂറത്തിലൊരു ചെറിയ ആയത്തില്ല എല്ലാവരും എപ്പോഴും പറഞ്ഞ കുല്ലൗദു ബിറബ്ബിൽ ഫലക്കിലെ എന്താണ് മമീൻ ഷരീൻ അല്ല, ഓസിക്കിനല്ല, അത് രാത്രിയാണ്. മമീൻ ഷരീൻ നഫാസാത്തി ഫിൽ ഉഖദ്. അതായത് ആ ഒരു ആയത്തിലൂടെയും കൂടിയിട്ടാണ് ഇതിനൊരു ബാക്കപ്പ് വേണ്ടത്. അതിന് ആ ഒരു ആയത്തും കൂടി ഉപയോഗിക്കാറുണ്ട്. വമീൻ ഷരീൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറയുമ്പോൾ ഈ കെട്ടുകളിലൂതുന്ന സ്ത്രീകളോ കെട്ടുകളിലൂതുന്നവരിൽ നിന്നോ രക്ഷ തേടുന്നു എന്നുള്ളത് പറയുമ്പോൾ ആ കെട്ടുകളിലൂതുന്നവരിൽ നിന്ന് അപ്പം എന്തോ അവർക്ക് സാധിക്കുന്നത് കൊണ്ടാണല്ലോ ആ രക്ഷ തേടുന്നത്. അപ്പം അവിടെ ഒരു ഫലസിദ്ധി നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൊരു വാദം വരാറുണ്ട്. ഈ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ എന്നുള്ള പ്രയോഗമാണ് അവിടെ ഒന്നാമത് തന്നെ. അതിൽ 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, കെട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ ബന്ധമായ കെട്ടുകൾക്കിടയിൽ ഊതുന്നവരെന്നുള്ള അർത്ഥമുണ്ട്. തലയാണ മന്ത്രം കൊണ്ട് ഊത്ത് നടത്തുന്നതെന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. മുഫസ്സിരിങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ളത് മന്ത്രവാദികൾ എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇത് മന്ത്രവാദികൾ എന്നുള്ള അർത്ഥം നമ്മളവിടെ എടുക്കുകയാണെങ്കിൽ അതിന് ആ മന്ത്രവാദത്തിന് ഫലസിദ്ധി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ ആ സൂറത്തുൽ ഫലക്കിലൂടെ ഒന്നുകൂടി സാഹിര്യങ്ങൾ, അതിന് കെട്ടുകളിൽ ഊതുന്നതെന്ന് പറഞ്ഞാൽ സാഹിര്യങ്ങൾ, മന്ത്രവാദികൾ സാഹിര്യങ്ങളായ ഈ സാഹിര്യങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു, ഞാൻ മുന്നേ സൂറത്തുൽ ബഖറയിലെ ആയത്ത് പറഞ്ഞപ്പം പറയാൻ വിട്ടുപോയതാണ്. ഈ സിഹ്ർ എന്നുള്ള വാക്കൊരു വിശാലമായിട്ടുള്ള വാക്കാണ്, ഭയങ്കര വിശാലമായിട്ടുള്ള വാക്കാണ്. നമുക്ക് അതിൻ്റെ കാരണം അറിയാൻ പറ്റാത്ത, വ്യക്തമാവാത്ത എല്ലാ കാര്യങ്ങൾക്കും സിഹ്ർ എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. ഹിപ്നോട്ടിസത്തിന്, മെൻ്റലിസത്തിന്, മാജിക്കിന്, ഈ പറഞ്ഞ കൂടോത്രത്തിന്, എല്ലാ കാര്യങ്ങൾക്കും സിഹ്ർ എന്നാണ് ഉപയോഗിക്കുക. അപ്പം ഖുറാൻ്റെ പഠിതാക്കൾ, ഗവേഷകർ എന്നുള്ള നിലയിൽ ഈ ഇരിക്കുന്ന നമ്മളെങ്കിലും ഈ സിഹ്ർ ബാധിച്ചു എന്നുള്ള പ്രയോഗം പതുക്കെ മാറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ഉപയോഗം പല രൂപത്തിലും
അത് മറ്റ് പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ചെറിയൊരു ഓൺലൈൻ സംവാദം നടന്ന സമയത്ത് ഈ സിഹ്ർ ഫലിക്കും, സിഹ്ർ ബാധിക്കുക എന്നുള്ള വാക്കാണ് രണ്ട് പക്ഷത്തിൽ നിന്നും പറയുന്നത്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല മുൻകാല പണ്ഡിതന്മാരും സിഹ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ചില ഇനങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാവും എന്നുള്ളതൊക്കെ ആഭിചാരം അങ്ങോട്ടാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ അതിലവർ പറഞ്ഞ പല കാര്യങ്ങളും സിഹ്റിൻ്റെ മറ്റു പല ഇനങ്ങളുമാണ്. അപ്പോൾ ഇത് മാജിക്കാണ്. ഇത് വലിയൊരു അജണ്ടയാണ്. ഈ സിഹ്ർ എന്ന് പറഞ്ഞത് ആദ്യം അങ്ങോട്ട് ആഭിചാരം മാത്രമാണ് എന്നുള്ളത് നമ്മൾ അടിച്ചേൽപ്പിച്ചതിൽ അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതും വേറെ യാഥാർത്ഥ്യം. നമ്മളിപ്പം പൊതുവെ അങ്ങനെയല്ല പറയൽ. സിഹ്ർ ബാധിച്ചതിനെ കുറിച്ചിട്ടുള്ള സംവാദം, അവർ പറയുന്നു റസൂലിന് സിഹ്ർ ബാധിച്ചു, നമ്മളിപ്പോൾ അങ്ങനെയാണ് പൊതുവെ യൂസ് ചെയ്യുക. അപ്പം കഴിയുന്നതും ആ ഖുറാൻ്റെ യഥാർത്ഥ പഠിതാക്കൾ എന്ന രീതിയിൽ ആ ഒരു പ്രയോഗത്തിന് നമ്മൾ സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഇടയിലെ സംസാരത്തിനുമൊക്കെ മാരണം ബാധിച്ചു, അല്ലെങ്കിൽ കൂടോത്രം ബാധിച്ചു, അല്ലെങ്കിൽ ഇനി അറബിയിൽ പറയണമെങ്കിൽ ജിബ്ത്ത്, അതിൻ്റെ ആ ഒരു സ്പെസിഫിക് സിഹ്റിൻ്റെ ആ ഒരു ഇനത്തിന് വേണ്ടി അള്ളാഹു ഉപയോഗിച്ച വാക്കുണ്ട് ജിബ്ത്ത്. അത് ഉപയോഗിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. ഒറ്റയടിക്ക് കഴിയില്ല, പക്ഷേ ആ ഒരു പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫലക്കിലോട്ട് വരുമ്പോൾ ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് മീൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിൽ നിന്നും അവിടെ രക്ഷ തേടിക്കഴിഞ്ഞു രണ്ടാമത്തേതിൽ. പിന്നെ 3 പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എടുത്തിട്ടാണ് അവിടെ പറയുന്നത്. എല്ലാത്തിൻ്റെയും കെടുതികളിൽ നിന്ന്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അപ്പോൾ എല്ലാ സാധനങ്ങളിൽ നിന്നുമല്ല രക്ഷ ചോദിച്ചിട്ടുള്ളത്. മിൻ ശർരി മാ ഖലഖ്, അതിൻ്റെ കെടുതികളിൽ നിന്ന് ആണ് രക്ഷ തേടുന്നത്. അത് കഴിഞ്ഞ് 3-മത്തത് വമിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയിൽ നിന്ന് രക്ഷ തേടുന്നു. എപ്പോൾ? എല്ലാ രാത്രിയിൽ നിന്നും നമ്മൾ റബ്ബിനോട് രക്ഷ തേടണമല്ലോ. രാത്രി പകലിനെ പോലെയുള്ള ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വമിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ്, അത് ഇരുട്ട് മൂടി അത് നിഗൂഢമായി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഇപ്പോഴും നമ്മളെ നാട്ടിൽ CCTVയിലൊക്കെ പിടിക്കുന്ന എല്ലാ കള്ളന്മാരും ആ ഒരു സമയത്തല്ല നമ്മൾ പിടിക്കുക, രാത്രിൻ്റെ അന്ത്യാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത്. അന്നത്തെ കാലത്ത് എല്ലാവിധ യുദ്ധങ്ങളും അക്രമങ്ങളും കൊള്ളകളൊക്കെ നടന്നത് ആ ഒരു സമയത്തായിരുന്നു. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇഴജന്തുക്കളുടെ അക്രമത്തിൽ നിന്നൊക്കെ നമ്മൾ ഉറക്കത്തിൻ്റെ ഇതിലങ്ങ് എത്തുമ്പോൾ നമ്മളെ ഒരു ബോധം നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അപ്പം ഇദാ വഖബ്, രാത്രി അതിൻ്റെ ഏറ്റവും മൂർധന്യമായ ആ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തുമ്പോൾ, എത്തുമ്പോൾ ഞാൻ രക്ഷ തേടുന്നു. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലുള്ള ഈ ആയത്ത് ഒഴിവാക്കിയിട്ട് ഏറ്റവും അവസാനത്തെ ആയത്തിലോട്ടൊന്ന് പോവാം. വമീ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോൾ മാത്രം. എല്ലാ അസൂയാലുക്കളോടും നമ്മൾ ഇത് തോടുണ്ടോ? ഇല്ല. നമ്മൾ മറ്റേ നരേന്ദ്രമോദിനെ അസൂയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. കാര്യമായിട്ടൊരു കഴിവില്ലാഞ്ഞിട്ടും പ്രധാനമന്ത്രിയൊക്കെ ആയതിൻ്റെ പേരിൽ അസൂയപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും. ആ അസൂയപ്പെടുന്ന ആളെടുത്ത് നിന്ന് ഞാൻ രക്ഷ തേടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് നരേന്ദ്രമോദി വേണമെങ്കിൽ രക്ഷ തേടിക്കോട്ടെ. അപ്പം വമീൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, ഒരു അസൂയാലു എന്നോട് അസൂയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അസൂയപ്പെടുന്ന ആ ഒരു പ്രത്യേക അവസ്ഥയിൽ മാത്രം ഞാൻ അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷ തേടുന്നു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്തിട്ട് അതിൻ്റെ നടുവിലാണ് കിടക്കുന്നത് നമ്മൾ ഈ ചോദ്യത്തിലുള്ള വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്. അതിൽ റബ്ബ് ഇദാ എന്ന് ഉപയോഗിക്കാൻ മറന്നുപോയതാണോ? അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു മറന്ന് എഴുതി പോകുന്ന ഒരു ഗ്രന്ഥമാണോ ഖുർആൻ എന്ന് എന്തായാലും ഇവിടെ ഉള്ള ആരും എന്തായാലും വിശ്വസിക്കുന്നില്ലല്ലോ. റബ്ബ് അത് അളന്നുകൊണ്ടാണ് ഓരോ ഹർഫ് വരെ ഓരോ അക്ഷരവും ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. QRFൻ്റെ കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരാണ് ഇവിടെ, ഞാനാണ് ഇവിടെ പുതിയത്. അപ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ ഖുർആനിലോട്ട് ചിന്തിക്കുന്നതും ഖുർആൻ്റെ വിശദമായിട്ടുള്ള ആഴതലങ്ങളിലോട്ടും പോയി കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓരോ പദങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ചില ഭംഗി അല്ലേ, നമ്മളിങ്ങനെ അതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള. അപ്പോൾ ഒരു പദവും ഒരക്ഷരം പോലും അസ്ഥാനത്തില്ല ഖുർആനിൽ. ആ ഖുർആനിൽ 2 ഇദാ ഉപയോഗിച്ച ആയത്തിൻ്റെ ഇടയിൽ അള്ളാഹു പ്രാസൊപ്പിക്കാൻ വേണ്ടിയിട്ടാവില്ലല്ലോ അവിടെ ഇദാ ഒഴിവാക്കിയിട്ട് എഴുതിയത്. വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ കെട്ടുകളിൽ ഊതുമ്പോഴല്ല അള്ളാഹു അവിടെ അതിൻ്റെ ഷെറിൽ നിന്ന് രക്ഷ തേടാൻ പറഞ്ഞിട്ടുള്ളത്. കെട്ടുകളിൽ ഊതുന്ന ഈ മന്ത്രവാദികളാണെന്നുള്ള അർത്ഥം തന്നെ നമുക്ക് എടുക്കാം. ഈ മന്ത്രവാദികളടുത്ത് നിന്ന് എല്ലാ അവസ്ഥയിലും രക്ഷ തേടാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മനോഹരമായിട്ടാണ് റബ്ബ് അവിടെ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാത്തിൽ നിന്നും ആ പ്രത്യേക അവസ്ഥ പറഞ്ഞിട്ടുള്ളത് ഈ മന്ത്രവാദികൾ മന്ത്രം ചെയ്യുമ്പോഴല്ല, അവരെടുത്ത് നിന്ന് അവർ മൊത്തത്തിൽ സമൂഹത്തിൽ ഒരു ഷെറായിട്ടുള്ള ഒരു ദുറായിട്ടുള്ള ആ ഒരു ജനവിഭാഗം
സമൂഹത്തിനൊരു ഫിത്നയാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് എല്ലാ അവസ്ഥയിൽ നിന്നും രക്ഷ തേടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യം കൂടി നമുക്ക് അവിടെ മനസ്സിലാവുന്നത്. അവരത് ചെയ്യുമ്പോൾ എന്നുള്ളത് ഉപയോഗിക്കാത്തതിൻ്റെ ഇത് ആ ചെയ്യുമ്പോഴല്ല അവരുടെ നിന്ന് ഈ പറഞ്ഞ ഫിത്ന ഉണ്ടാവുന്നതെന്നും കൂടിയാണ് റബ്ബ് അവിടെ പറയുന്നത്. അവർ മന്ത്രവാദം ചെയ്യുമ്പോഴല്ല അവരുടെ അടുത്ത് നിന്നുള്ള ഫിത്ന ഉണ്ടാവുന്നത്. അവർ ഈ മന്ത്രവാദം ഫലിക്കും എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സമൂഹത്തിൽ പലതും ചെയ്യും. ആളുകളെ തമ്മിൽ തെറ്റിക്കും, ആളുകളെക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടും. അവർ തന്നെ പോയിക്കൊണ്ട് അമാനുഷികമായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇത് മൊത്തത്തിൽ അവരുടെ മന്ത്രവാദത്തിൽ നിന്ന് ഒന്നായിട്ടാണ് അള്ളാഹു അവിടെ രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തും ഈ സൂറത്തുൽ ഫലക്കും ഒക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഒരേ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ അള്ളാഹു ചിലർക്ക് നേർമാർഗം നൽകും, ചിലർക്ക് അള്ളാഹു അവിടെ വഴി വഴിപ്പിക്കും. സൂറത്തുൽ ബഖറയിൽ തന്നെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, യുവല്ലു ബിഹി കസീറൻ വയഹദി ബിഹി കസീറൻ. ഒരേ കാര്യം കൊണ്ട് ഞാൻ വഴി വഴിപ്പിക്കുകയും ചെയ്യും, ഞാൻ അതിൽ നേർമാർഗം നൽകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ചിന്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് ഒരൊറ്റ കാര്യം മതി. അതങ്ങോട്ട് മുന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ആളുകളത് എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ അതിലോട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഇനി ഖുർആൻ്റെ ഇതിലെ യഥാർത്ഥ നിലപാട് സൂറത്തുൻ നിസായിലെ 51-ാമത്തെ 52-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായിട്ട് അതവിടെ ഉണ്ട്. അതിവിടെ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണ് ഈ സൂറത്തുൻ നിസായിലെ 51-ാമത്തെ ആയത്ത്? അലം തറ ഇലല്ലദീന ഊതു നസ്വീബം മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത്. നിങ്ങൾ കാണുന്നില്ലേ? അതായത് ആ നേരത്തെ പറഞ്ഞ അതേ ബനി ഇസ്രായേൽ സമൂഹത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ റബ്ബ് പറയുന്നത്. ഖുറാനിൽ കുറച്ച്, അതന്നെ ഒരു ആക്ഷേപത്തിൻ്റെ സ്വരം കേട്ടോ, കിതാബിൽ കുറച്ച് മാത്രം കിട്ടിയവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത്. ഈ ജിബ്ത്ത് എന്ന പദത്തിന് ചിലർ ആഭിചാരം എന്ന അർത്ഥം മാത്രമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ചിലർ ആഭിചാരം, അതേപോലെ ശൈത്താനുകൾ, ദുർമൂർത്തികൾ ശരിക്കും അതിന് തൊട്ട ശേഷം വരുന്ന ത്വാഗൂത്തിലാണ് വരുന്നത്. എല്ലാ മുഫസ്സിരീങ്ങളും ഒരർത്ഥമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇത് ആഭിചാരം ആണെന്നുള്ളത്. അതായത് സിഹ്റിൻ്റെ ആഭിചാരം എന്ന ഇനത്തിന് പ്രത്യേകമായിട്ട് അള്ളാഹു ഉപയോഗിച്ച വാക്കാണ് ജിബ്ത്ത് എന്ന പദം. അപ്പോൾ ഈ ജിബ്ത്തിന് നമുക്ക് ചില തഫ്സീറുകളിൽ അത് വളരെ വിശദമായിട്ട് ആ ഒരു പദത്തിൻ്റെ വ്യാപ്തി അവർ കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ആഭിചാരം പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ എന്ന് തന്നെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവി ആണെങ്കിൽ പോലും സിഹ്ർ എന്ന് ബ്രാക്കറ്റിൽ പിന്നെ ആഭിചാരം എന്നിട്ടുമുണ്ട്. തുടക്കത്തിൽ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലൊക്കെ അതിൻ്റെ വാക്കർത്ഥം കൊടുക്കുന്ന സ്ഥലം മാറിയിട്ട് വിശദീകരണം കാണുന്ന സമയത്ത് എവിടെ ആഭിചാരം എന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഒക്കെ സിഹ്ർ എന്നുള്ള പദമാണ്. ഇവിടെ സിഹ്ർ എന്ന് കൊടുത്തിട്ട് ആഭിചാരം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അത് മിഥ്യയായിട്ടുള്ള ഒരു കാര്യമാണ്, അടിസ്ഥാനരഹിതമാണെന്നും അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരാളുടെയും അഭിപ്രായം എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ആ ഒരു വാക്കിൻ്റെ വിശദീകരണം നമുക്ക് ഈ രൂപത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ ഇതൊരു അന്ധവിശ്വാസമാണ് എന്നുള്ളത് അള്ളാഹു അവിടെ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് സത്യം പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപാട് വാക്കുകളോ ഒരുപാട് പേജുകളുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒറ്റ വാക്കിലൂടെ ചിന്തിക്കുന്നവർക്ക് അള്ളാഹു ശരിക്കും മനസ്സിലാക്കി കൊടുക്കും. അർദ്, ഉദാഹരണത്തിന് അർദ് എന്ന ഭൂമിക്ക് പറയുന്ന അർദ് എന്ന പദത്തിന് സത്യം പറഞ്ഞാൽ നമ്മൾ മണ്ണ്, ഭൂമി എന്നൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളെങ്കിലും ആ ഒരു വാക്കിൻ്റെ വ്യാപ്തി നമ്മൾ പരിശോധിച്ചാൽ സഞ്ചരിക്കുന്ന ഗോളം, നമ്മൾ നിലകൊള്ളുന്ന സഞ്ചരിക്കുന്ന ഗോളം എന്നാണ് അർദ് എന്ന വാക്കിൻ്റെ പൂർണ്ണ പദമായിട്ട് വരുന്നത്. ആ ഒരൊറ്റ വാക്കിലുണ്ട്. സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഖുറാനിൽ. ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ എന്നുള്ളതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കഷ്ടപ്പെട്ട് തെളിയിക്കാനൊക്കെ നോക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ വാക്കിലൂടെയാണ് അള്ളാഹു കാണിക്കുക. ഇതുപോലെ തന്നെയാണ് ഇൻസാൻ, മനുഷ്യൻ്റെ എല്ലാ സ്ഥിതി ഗുണവിശേഷണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വാക്കാണ് ഇൻസാൻ എന്നുള്ളത്. റബ്ബിന് ഒരൊറ്റ വാക്ക് മതി. അതുപോലെ തന്നെയാണ് ഇവിടെ ജിബ്ത്ത് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി റബ്ബ് പറഞ്ഞിട്ടുള്ളത് അവർ ജിബ്ത്തിൽ വിശ്വസിച്ചു. ഈ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ആഭിചാരത്തിൽ അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് റബ്ബ് അവരെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ഉലായിക്ക യൽഅനുഹുമുല്ലാഹ് ഉലായിക്കഹും ലഅനത്തുല്ലാഹ് വമൻ യൽഅനില്ലാഹ് ഫലൻ തജിദ ലഹു നസ്വീറ. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹു ആരെ ശപിച്ചോ അവർക്ക്
യാതൊരു സഹായിയും ഇല്ല എന്നുള്ളതാണ് പറയണത്. ഇത് ആരെക്കുറിച്ചിട്ടാണ് പറയണത്? ഈ ആഭിചാരം ചെയ്തവരെ കുറിച്ചിട്ടാണോ? യുഅ്മിനൂന ബിൽ ജിബ്ത് എന്നാണ് പറയുന്നത്. ആഭിചാരത്തിൽ വിശ്വസിച്ചവരെയാണ് അള്ളാഹു ശപിച്ചു, ആ ശപിച്ചവർക്ക് യാതൊരു സഹായവും ഇല്ല എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ പിന്നെ അതിനെന്തെങ്കിലും വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഒരു പറഞ്ഞതിനെപ്പോലും, ആഭിചാരത്തിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന കാര്യത്തിനെപ്പോലും അത് വിശ്വസിച്ചുകൊണ്ട് അതിനെ പ്രവർത്തിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ അത് ഖുർആനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും അതിന് പറയാൻ പറ്റുമോ? അതായത് ഒരു അജണ്ട മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു തലത്തിലോട്ടും പോവും എന്നുള്ള രീതിയിൽ അധപ്പതിച്ചിരിക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് സൂറത്തുൽ ബഖറയിലെ 101 ആയത്തും 102 ആയത്തും നമ്മളിവിടെ പാരായണം ചെയ്ത ആ 2 ആയത്തുകളും, പിന്നെ ഈ സൂറത്തുൽ നിസായിലെ 51-ാമത്തെയും 52-ാമത്തെയും ഈ ആയത്തും, ഈ 4 എണ്ണം കൂടി നമുക്ക് ഒരുമിച്ച് ഒരേ സമൂഹത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഒരേ ആളുകളോടാണ് സംസാരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് അവസാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിനൊരു സമ്മറി എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്താണ് അതിന് മനസ്സിലാക്കാൻ പറ്റുക? ആഭിചാരത്തിൽ വിശ്വസിക്കുന്നത് ഖുർആനെ കളവാക്കുന്ന കാര്യമാണ്. കാരണം അവർ ഖുർആനെ കളവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ആഭിചാരത്തിലോട്ട് തിരിഞ്ഞത്, അല്ലേ? അതാണ് ഒന്നാമത്തെ ആ സൂറത്തുൽ ബഖറയിലെ 101-ാമത്തെ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ആഭിചാരത്തിൽ വിശ്വസിച്ചവരെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. ആഭിചാരത്തിൽ വിശ്വസിച്ചവരെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. ഈ ശപിച്ച ആളുകൾക്ക് അത് പിന്നെ ഇത് ഒരു അന്ധവിശ്വാസമാണെന്നുള്ളത് നമുക്ക് ആ വാക്കുന്ന് കിട്ടും. അതിൽ വിശ്വസിക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുകയാണെന്നുള്ളത് നമുക്ക് കിട്ടും. അവസാനമായിട്ട് എന്താ കിട്ടുക? അവർക്ക് യാതൊരുവിധ സഹായവും ഉണ്ടാവുകയില്ല എന്നുള്ളത്. ഇത്രയുമാണ് അള്ളാഹു ഇതിൽ വിശ്വസിച്ചവരെ കുറിച്ചിട്ടുള്ള പറഞ്ഞ വിധി. ചെറുതല്ലേ? അതിന് മാത്രമൊന്നുമില്ല അല്ലേ? അള്ളാഹു ശപിച്ചിരിക്കുന്നു, അവർക്ക് യാതൊരു സഹായവുമില്ല, അവർ ഖുർആനെ കളവാക്കിയവരാണ്. അതൊരു വെറും പച്ചയായ അന്ധവിശ്വാസമാണ്. അതിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് ഖുർആൻ ഒന്ന് മുൻനിർത്തി ഒന്ന് വായിച്ച് നോക്കിയാൽ ആളുകൾക്ക്, ഏതൊരു മനുഷ്യനും കുട്ടിക്കടക്കം മനസ്സിലാവുന്ന കാര്യം മാത്രമേ അതിലുള്ളൂ. വല്ലാണ്ട് വിശക്കാൻ തുടങ്ങിയോ അല്ലെങ്കിൽ ഇവനൊന്ന് നിർത്തിപ്പോയിക്കൂടെ എന്ന് തോന്നുന്ന അവസ്ഥ വരുമ്പോൾ ഒരു സിഗ്നൽ തന്നാൽ മതി, അപ്പം നിർത്താം. ഞാൻ ഈ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ആരെങ്കിലും പറയുന്നവരെ നമുക്കൊരു 15 മിനിറ്റ് കൂടി ഉണ്ടാവും അതിൻ്റെ ഹദീസ് സ്ഥലങ്ങളിലോട്ട്. അപ്പോൾ ഇനി ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ ചോദിക്കാം. എന്നാൽ പിന്നെ നമുക്ക് ആ ചോദ്യോത്തര സെഷൻ ആക്കിയിട്ട് മാറ്റാം അവിടെ നിന്ന് അങ്ങോട്ട്. കാരണം അതിൻ്റെ ഖുറാനിൽ നിന്നുള്ള വിധി ഇതാണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് അവിടെ നമ്മൾ ഖുറാനിൽ അതിനെ പറഞ്ഞ മൊത്തം നമ്മൾ കവർ ചെയ്ത് പോയി. ഇനി വരുന്നത് ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാലും അടുത്തത് എന്താ പറയുക? ഇമാം ബുഖാരിയുടെ ഒരു ഹദീസിലുണ്ടല്ലോ, എന്താണ്, ആർക്കാണ് ഇതുവരെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ലോകത്തിൽ ഒരു മനുഷ്യനും ഇത് ഫലിക്കൂല, അത് ബാധിക്കൂല, അതൊരു അന്ധവിശ്വാസമാണെന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ മനുഷ്യന്മാർക്കൊന്നും ബാധിക്കുന്നത് അവിടെ വെക്കട്ടെ, ഉത്തമരായിട്ടുള്ള അഷ്റഫുൽ ഖൽക്കായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കൂടോത്രം മരണം ബാധിച്ചു എന്നുള്ളത് സ്വഹീഹായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള, അതും സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ടല്ലോ, ആ ഹദീസ് എങ്ങാനും നമ്മൾ നിഷേധിച്ചാൽ നമ്മൾ ഹദീസ് നിഷേധികളാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് സ്വീകരിച്ചേ പറ്റുമല്ലോ. അങ്ങനെയുള്ള ഒരു വാദം വരും. ഖുറാനിൽ നിന്നൊരു കാര്യം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിന് ലോകത്തുള്ള മറ്റെല്ലാ ഗ്രന്ഥങ്ങളും കൂട്ടി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിലും അത് ഒരു സൂര്യൻ, നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും ഒരുമിച്ച്, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൗണ്ടിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം. നമ്മളിപ്പം IPL ഒക്കെ നടക്കുന്ന സമയമാണല്ലോ, ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അവരാ വെക്കുന്ന ഫ്ലഡ് ലൈറ്റ് അത് കത്തി വരാൻ തന്നെ ഏകദേശം 15-20 മിനിറ്റ് എടുക്കും. അത്രയും വോൾട്ടേജിൽ പവറിലാണ് അത് വരിക. ഈ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ക്രിക്കറ്റ് ബോൾ പോലും വളരെ വ്യക്തമായിട്ട് കാണും. ഈ ചെറിയ ക്രിക്കറ്റ് ബോൾ പോലും വ്യക്തമായിട്ട് കാണുന്ന ലൈറ്റാണ് നമുക്ക് ഈ ഗ്രൗണ്ടിന് ചുറ്റും വരുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലോ ഈ ലൈറ്റ് ഇട്ടാലും ഇല്ലെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അവിടെ? അത്രയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ വെളിച്ചമായ ഖുർആനും ഈ മനുഷ്യർ മൊത്തം എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളും ഒരുമിച്ചെടുത്താലും. ഇനി ആ ഹദീസിലോട്ട് പോകുന്ന സമയത്ത് ആ ഹദീസിലെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലബീദ് ഇബ്നു ആസ് എന്ന് പറയുന്ന യഹൂദി ഒരു കൂടോത്രം ചെയ്തു. ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കഥകളിൽ പോകണില്ല. അതും ഈ പറഞ്ഞ പോലെ നല്ല ഡെവലപ്പ് ചെയ്തെടുത്ത് വലിയ കഥ ആക്കിയിട്ടുണ്ട്. കുറേ അറ്റംപ്റ്റുകൾ നടത്തി അവസാനം എക്സ്പേർട്ടായിട്ടുള്ള ലബീദ് ഇബ്നു ആസമിൻ്റെ അടുത്ത് പോയി എന്നൊക്കെയുള്ള വലിയ കഥ ഉണ്ട്. അപ്പോൾ ഈ ലബീദ് ഇബ്നു ആസം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി
അദ്ദേഹം റസൂലിനെതിരെ കൂടോത്രം ചെയ്തു. റസൂലിന് ഓർമ്മക്കോ ശാരീരികമായിട്ടോ പല വൈരുദ്ധ്യങ്ങളേറിയ റിപ്പോർട്ടുകളാണ് അതിലുള്ളത്. ഇഷ്ടംപോലെ വൈരുദ്ധ്യങ്ങളാണ് അതിലുള്ളത്. അപ്പം റസൂലിനെ അത് ബാധിച്ചു. 2 മലക്കുകൾ കുറേ കാലം അതിൻ്റെ ബുദ്ധിമുട്ടിൽ നടന്നു. ആ കാലയളവിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്, അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ 2 മലക്കുകൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്നിട്ട് ചോദിച്ചു, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഇയാൾക്ക് എന്ത് പറ്റി? ഇയാൾക്കെതിരെ കൂടോത്രം ചെയ്താണ്. ആരാണ് ചെയ്തത്? ലബീദ് ഇബ്നുൽ അഅസാണ് ചെയ്തത്. എന്തിനാണ് ചെയ്തത്? അത് ഈത്തപ്പനയുടെ ഇതിൽ മെയിൽ പോളനിലും പിന്നെ ഒരു ചീർപ്പിലും മുടിയിലുമാണ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് ചെയ്തിട്ടുള്ളത്? ദർവാൻ എന്ന ഒരു കിണറ്റിലാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയും. അങ്ങനെ റസൂല് ഒരു റിപ്പോർട്ടിൽ 23 പേരോളം സഹാബിമാരെ കൂടെ കൂട്ടി പോയി എന്നാട്ടോ പറഞ്ഞത്. ഇവരാരും ഒക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ആയിരുന്നു. ഇവരിൽ നിന്നൊന്നും ഒരൊറ്റ ചാനലിലൂടെ മാത്രമേ ഇത് വന്നതായിട്ട് കാണാനും സാധിക്കുകയുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും അത് പോയിട്ട് അവിടുന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ റസൂൽ പൂർണ്ണമായിട്ട് ഭേദമായി എന്നാണ് പറയുന്നത്. ഈ ഹദീസിലൊരു വൈരുദ്ധ്യം നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതിലെ കാലയളവിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ നമുക്ക് മുസ്നദ് അഹ്മദിൽ അത് 6 മാസമായിരുന്നു റസൂലിനെ ഇത് ബാധിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പറ്റ ഒഴിവാക്കേണ്ട റിപ്പോർട്ടുകളുണ്ട്, അതെടുക്കാതെ സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മുസ്നദ് അഹ്മദിലെ റിപ്പോർട്ടിൽ 6 മാസം റസൂലിനെ ബാധിച്ചു എന്നുള്ളതാണ്. ഇമാം ബുഖാരിൻ്റെ സഹീൽ ബുഖാരിയിൽ കാലയളവിനെ കുറിച്ചിട്ട് പറയുന്നുമില്ല. രണ്ടാമത്തത് സഹി ഇസ്മായിലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുസ്നദ് ഇസ്മായിൽ അതിൽ 40 ദിവസം എന്നാണ് അതിൻ്റെ കാലയളവ്. റസൂലിന് ഈ കൂടോത്രം ബാധിച്ചിട്ട് റസൂല് മറവി സംഭവിച്ചതോ ശാരീരികമായിട്ട് അതൊക്കെ പല റിപ്പോർട്ടുകളുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നതെന്ന് പറയാത്തത്. അപ്പം അങ്ങനെ സംഭവിച്ചത് 40 ദിവസം എന്നാണ് സഹി ഇസ്മായിലിൽ വന്നിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും ഒന്നും ഇമാം ബുഖാരിയുടെ പോലെയുള്ള പൂർണ്ണമായിട്ട് വിശ്വാസയോഗ്യമായിട്ടുള്ളതായിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിലും ഹസനായിട്ടും സ്വീകാര്യയോഗ്യമായിട്ടുള്ളതായിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഹദീസ് സ്വീകാര്യയോഗ്യമായിട്ടുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഇതും സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഹദീസ് ഇത് രണ്ടും സ്വീകരിക്കുമ്പോൾ ഡ്യൂറേഷൻ ഇല്ല, അതിൽ ഡ്യൂറേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് 2 രൂപത്തിലാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ ഹദീസ് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഖുറാനെ കളവാക്കുന്നതാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ലേ. അപ്പോൾ ഖുറാനെ കളവാക്കുന്നത് അവിടെ ഉണ്ട്. ഇനി ഈ ഹദീസ് സ്വീകരിക്കുന്നതിൽ ഒരു വിഭാഗം ആളുകളുണ്ട് റസൂലിന് ചെറുതായിട്ടൊന്ന് അങ്ങനെ ബാധിച്ചങ്ങ് പോയി ഒരു 5 മിനിറ്റിന് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ഖുറാനെ കളവാക്കുന്നതിൻ്റെ കൂടെ ഈ ഹദീസിനെയും കൂടി കളവാക്കുകയാണ് ചെയ്യുന്നത്. അവർ ഖുറാനും സ്വീകരിക്കുന്നില്ല, ഹദീസും സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടിലും അങ്ങനെ പറഞ്ഞിട്ടില്ല 5 മിനിറ്റ് നേരത്തേക്ക് ചെറുതായിട്ട് ബാധിച്ച് പോയിട്ടെന്നുള്ളത്. അപ്പോൾ അവർക്ക് അവരെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ സ്വീകരിച്ചിട്ട് ബാക്കി തള്ളുകയാണ് അവിടെ ചെയ്യുന്നത്. ഖുറാൻ ഓൾറെഡി അവിടെ കളവാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അവരൊന്നുമില്ലെങ്കിലും ഹദീസിനോട് അവരെന്ത് കാണിക്കുന്നുണ്ട്? അതിനോടൊരു നീതി കാണിക്കുന്നുണ്ട്. ഹദീസിൻ്റെ എല്ലാ സ്വഹിയായിട്ടുള്ള റിപ്പോർട്ടും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് വേണ്ടി വരും? ഇതിൽ 40 ദിവസം എന്നുള്ളതും 6 മാസം എന്നുള്ളതും രണ്ടും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് സ്വീകരിക്കുക? ഒരാൾക്ക് തന്നെ ഒരൊറ്റ പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരൊറ്റ പ്രാവശ്യത്തിൽ തന്നെ 40 ദിവസം 6 മാസം കൂടി ഒരാൾക്ക് ഈ മരണബാധ ഏൽക്കാൻ പറ്റുമോ? അപ്പം അതിനെ കുറേ ജമ്മുകൾ ഇജ്മാൾ നടന്നു എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷൻ വന്നിട്ടുള്ളത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് ജമ്മ ചെയ്യാൻ പറ്റും. അത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊണ്ട് ഒന്നും തള്ളാതെ തന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് അത് വരിക? റസൂലിന് ഈ ലബീദ് ഇബ്നു അഅസം ഇത് ചെയ്തതിന് ശേഷം 40 ദിവസം തീവ്രമായിട്ട് ബാധിച്ചു, ഭയങ്കര ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റുക്കിയ ചെയ്തുകൊണ്ട് റസൂലിന് അപ്പം അല്പം ഭേദമായി, അത്യാവശ്യം ഭേദമായി, പക്ഷെ പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ പോയിട്ട് 6 മാസത്തോളം ആ ബാക്കിയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ദർവാൻ എന്ന കിണറ്റിൽ പോയിട്ട് ഈ സാധനങ്ങൾ മുഴുവൻ എടുത്ത് മാറ്റിയപ്പോഴാണ് പൂർണ്ണമായിട്ട് ഭേദമായത് എന്ന്. ഇത് നമ്മളെ കേരളത്തിൽ തന്നെ വളരെ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ്റെ വാക്കാണ്. എൻ്റെ ഫോണിലുണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. വാട്സപ്പിൽ വോയിസ് ആയിട്ട് പറഞ്ഞു തന്ന കാര്യമാണ്. ഇങ്ങനെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു വിശ്വാസം എങ്ങനെയാണ് അതിൻ്റെ അന്തിമ റിസൾട്ട് വരുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടോത്രം ബാധിച്ചു, അപ്പം ലോകത്തിലെ വേറെ ആർക്കും ബാധിച്ചൂടെ? ഇവർ പറയും നമുക്ക് ബാധിക്കില്ല, നമ്മളൊക്കെ അടുത്ത് ദിക്റുണ്ട്, അത് വലിയ ബാധിക്കില്ല. അപ്പം ദിക്റില്ലാത്ത ആളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ലോകത്തുള്ള ആർക്കും ബാധിക്കാൻ പറ്റും എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഇത് ബാധിച്ചാൽ ഇത് തീവ്രമായിട്ടുള്ള രൂപത്തിലും ബാധിക്കാൻ പറ്റും എന്നുള്ളതും അതിൽ നിന്ന് വന്നു. ഇതിനി തീവ്രമായിട്ടുള്ള രൂപത്തിൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് റുക്കിയ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. റുക്കിയ ചെയ്താൽ അതടുത്ത പോയിന്റ്, ആ പോയിന്റ് ശ്രദ്ധിക്കണം. റുക്കിയ ഇപ്പം മനുഷ്യന്മാർ ചെയ്താൽ എന്തായാലും ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്ത അത്ര ആവില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം റുക്കിയ ചെയ്തിട്ട് അത് പൂർണ്ണമായിട്ട് മാറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യന്മാർ ചെയ്താലോ? അപ്പോൾ റുക്കിയ ചെയ്താൽ അത് മാറാം, പക്ഷേ അത് പൂർണ്ണമായിട്ട് മാറുകയില്ല. ഇത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ എന്താ ചെയ്യുക? ആ എന്തിലാണോ ആഭിചാരം ചെയ്തത് ഈ സാധനം നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്താകണം? അൽഹംദുലില്ലാ റസൂലിന് വഹി കിട്ടി, അതുകൊണ്ട് എവിടാ സാധനം എന്നുള്ളത് മനസ്സിലായി. ഈ കഥപ്രകാരം നമുക്ക് വഹി കിട്ടുമോ? ഈ സാധനം കണ്ടുപിടിക്കാൻ നമുക്ക് അമാനുഷികമായിട്ട് വേറെ എന്തെങ്കിലും രൂപത്തിൽ മനസ്സിലാവുമോ? ഇല്ല. അപ്പം അത് രണ്ടഭിപ്രായങ്ങൾ, അത് ഒക്കെ വൈരുദ്ധ്യമാണ്. അത് കിണർ കുഴിച്ചു മൂടിയ പോലെ അത് അങ്ങനെയും പറയുന്നുണ്ട്. അത് എടുത്ത് മാറ്റിയിട്ട് കിണർ മൂടി എന്നുള്ളതാണ് കൂടുതൽ റിപ്പോർട്ടിലും പറയുന്നത്. ചിന്തിക്കുന്നവർക്ക് മാത്രമേ എന്താണെങ്കിലും ഇത് ഓടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിന്തിക്കാൻ തയ്യാറുകളല്ല. മനസ്സിനെ മൂടിയെന്ന് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ടല്ലോ. അവരുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, മൂടിക്കഴിഞ്ഞാൽ അത് റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. ചിന്തിക്കാനും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് വലിയൊരു അനുഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര അതിന് വേണ്ടി സ്തുതിച്ചാലും നമ്മൾ ആരും അതിൽ പെർഫെക്റ്റ് ആണെന്നല്ല കേട്ടോ ഇവിടെ പറഞ്ഞാൽ. അതിന് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നുള്ള രൂപത്തിൽ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. അപ്പം ഈ രൂപത്തിലാണ് ആ ഹദീസ് പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ്, നമുക്ക് ആർക്കും അമാനുഷികമായിട്ട് പറഞ്ഞിട്ടില്ല, അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഈ ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് അത് നശിപ്പിച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ആഭിചാരത്തിൽ നിന്ന് ഭേദമാവുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. എത്രത്തോളം വികൃതമായിട്ടുള്ളൊരു വിശ്വാസമാണത്. എന്തൊരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിലും അത് ആഭിചാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. റസൂലിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റസൂലിനെ കുറിച്ചിട്ട് മാരണം ഏറ്റവൻ എന്ന് പറയുന്നത് അള്ളാഹു 2 സ്ഥലത്ത് ശക്തമായ ഭാഷയിൽ അവിടെ തിരുത്തുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 47-48 ആയത്തും സൂറത്തുൽ ഫുർഖാനിലെ 8-9 ആയത്തും നഹ്നു അലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക് വൈദഹും നജ്വാ ഇദ് യഖൂലു ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഊറ. അതായത് സിഹർ ബാധിച്ച ഒരാൾ ആണല്ലോ നിങ്ങൾ പിന്തുടരുന്നുള്ള ആരാ പറഞ്ഞത്? അക്രമികളാണ് അങ്ങനെ പറയുന്നത്. റസൂലിന് സിഹർ ബാധിച്ചു എന്നുള്ളത്. എന്തൊരു കൈഫ ലറബൂലക്കൽ അംസാൽ, നിങ്ങൾ എങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ് റസൂലിനെ ഇതാക്കണം എന്നുള്ള അള്ളാഹു ചോദിക്കുകയാണ് അവരോട്. അതേ ഉദാഹരണങ്ങളിലോട്ട് നമ്മൾ തിരിച്ചെത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രാക്ടിക്കൽ തലത്തിലോട്ട് നമ്മൾ പോകുമ്പം ഖുറാനും ഹദീസും ഒക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളെ ചുറ്റിലോട്ടും ഈ ഒരു വിശ്വാസം സ്വീകരിച്ചതിലോട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. അനുഭവത്തിൽ നിന്ന് പറയാണ്, ഇത് സ്വീകരിച്ച ഈ ഒരു വിശ്വാസം ഇത് ഫലിക്കും എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഫലിക്കൂല എന്ന് പറഞ്ഞിട്ട് പലരും അങ്ങനെ പറഞ്ഞിട്ട് പലരും ആക്ഷേപിക്കട്ടോ. അത് ആ രൂപത്തിലല്ല പറയുന്നത്. അത് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഫലപ്രാപ്തി ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. മറ്റു പല രൂപത്തിലുള്ള ഫലപ്രാപ്തിയെ നമുക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിലും മറ്റു പല രൂപത്തിലുള്ള അനുഭവങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഫലിച്ചു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ കളിയും നടക്കും. കാരണം ഇവരെ വയറ്റിപ്പഴപ്പാണിത്. ഈ സാധനം ഫലിക്കൂല എന്നുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടാൽ കോടികളുടെ ബിസിനസ്സാണ് അവിടെ നിന്ന് പോവുക. അപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏത് രൂപത്തിലും കളികൾ നടത്തും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തായ മൻസൂർ മൗലവി ഒരു ഉദാഹരണം പറയലുണ്ട്. അവരൊരു വലിയൊരു സാഹിറിൻ്റെ പേര് കേട്ടിട്ട് ഇവർ ഈ കളിയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ കോയമ്പത്തൂർ എവിടെ ഉള്ള ഒരാളാണ്. അവിടെ പോയിട്ട് ഇവർ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആളടുത്തേക്ക്.
അപ്പം ക്യൂ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വലിയ ക്യൂ ആണ്, ഭയങ്കര ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു ചായക്കട ഉണ്ട്, കണ്ടാൽ ആരും കയറിപ്പോണ നല്ല ചൂട് പുട്ടും. മലയാളികൾ വരുമ്പം അവർക്ക് പുട്ടൊക്കെ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനെ കിട്ടാൻ കാണുമ്പോൾ കയറിപ്പോവും. അപ്പം അത് കയറിയിട്ട് പൊതുവേ അവിടെ ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ ഞങ്ങൾ ഇപ്പോൾ കഴിച്ചിട്ട് വരട്ടെ പറഞ്ഞിട്ട് 10 മിനിറ്റിന് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവർ ഈ കഴിച്ച സമയത്ത് ഒരു അവിടുത്തെ ഓണർ പോലത്തെ ഉള്ള നല്ല സ്വഭാവമുള്ള ഒരാളാണ് കൂടെ വന്നിരുന്നവരെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എവിടെ നിന്ന് വരികയാണ്, അപ്പം ഇവർ മണ്ണാർക്കാട് നിന്നാണ് വരുന്നത്. ഇവർ മണ്ണാർക്കാടായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാട്ടോ. അങ്ങനെ കുറേ കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ഇന്നെ ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് മൂപ്പരോട് ചോദിച്ചിട്ട് ഒരു പരിഹാരം കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ക്യൂ നിന്നു. അവസാനം ഉള്ളിൽ പോയപ്പം ഭയങ്കര പുകമയാണ് അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ആളെ മുഖം കാണാൻ തന്നെ കുറച്ച് നേരം കഴിഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് ആളവിടെ ഇരുത്തി കഴിഞ്ഞപ്പം ആൾ ചോദിക്കുകയാണ്, മണ്ണാർക്കാട് നിന്ന് വരിക അല്ലേ? ഇതാണ് അതിൻ്റെ ബാക്കിൽ നടക്കുന്നത് പൊതുവെ. ഇത് അവർ ബാക്കി ആളെ റിക്രൂട്ട് ചെയ്തിട്ട് നിർത്തിയതാണ്. ആ ഹോട്ടൽ തന്നെ മൊത്തത്തിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന് അപ്പോൾ ആ രൂപത്തിൽ ഫലപ്രാപ്തി ഉണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ഒരു രൂപത്തിലും ഇല്ല എന്നല്ല പറഞ്ഞു, അത് ഉദ്ദേശിച്ച ആ ഒരു ഫലപ്രാപ്തി ഇല്ല എന്ന് മാത്രമേ അവിടെ വരുന്നുള്ളൂ. പല രൂപത്തിലും അത് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളത് യാഥാർത്ഥ്യം. അതുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചിട്ട് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. ഈ ഒരു ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണോട് കണ്ടത് എനിക്ക് അവിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ ഈ പറയണതൊക്കെ അംഗീകരിക്കാം. ഞാൻ ഒരു ജിന്നടിച്ചറക്കൽ കേന്ദ്രം, ഓല വാക്ക് ഉപയോഗിക്കില്ല, ഒരു ഇതിൻ്റെ ഒരു കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഒരു ഭയങ്കര ജിമ്മനായിട്ടുള്ള മല്ലനായിട്ടുള്ള ഒരാൾ ഇത് ബാധിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. സോറി മാറിപ്പോയി, ഈ പിടിച്ച ആളല്ല, മറ്റേ ബാധിച്ച ആളല്ല, മല്ലനായിട്ടുള്ള ഒരാൾ ഇത് ബാധിച്ചിട്ട് അവിടെ ഉണ്ട്. നല്ല ജിമ്മന്മാരായിട്ടുള്ള 4 തടിയന്മാർ ഇയാളെ ഒരു കൈ ഒരാൾ, ഒരു കാലൊരാൾ, മറ്റേ കൈ ഒരാൾ, മറ്റേ കാലൊരാൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഈ പിടിച്ചു വെച്ച അവസ്ഥയിൽ നിന്ന് മറ്റേ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ ട്രീറ്റ് ചെയ്യുന്ന നമ്മളെ ഉസ്താദ് ഷെയ്ഖ് ചെയ്യുമ്പോൾ, അന്നേരം ഇയാൾ കുതിർന്നതോ ഇയാൾ എന്തെങ്കിലും ആർക്കെന്നൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷേ ഇയാൾ കുതറിയപ്പം ഈ ചുറ്റുള്ള 4 ആൾ തെറിച്ച് പോയത് എനിക്കൊരിക്കലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ അത് ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിലെ സംഭവം എന്താ വെച്ചാൽ സൈക്കോളജി കുറച്ച് പഠിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഈ കൊതറുന്ന ആൾക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു ശക്തിയാണ് അയാൾ കാണിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തിയുടെ 1% മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കി നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ വരിക. അപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ ശക്തിക്ക് അതീതമായിട്ടുള്ളൊരു സാധനം ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അയാളുടെ ആ കുതിറൽ സ്വാഭാവികമായിട്ട് വരും. അതിൻ്റെ കൂടെ ഈ പിടിച്ചിക്കണ 4 ആളെ മനസ്സിലെന്താ ഉള്ളത്, മനുഷ്യനല്ല ഇവിടെ കിടക്കണം, മനുഷ്യൻ്റെ ശക്തിക്ക് അതീതമായിട്ടുള്ള ഒരു സാധനമാണുള്ളതെന്നുള്ള അവരുടെ ഉള്ളിലും ഈ തോന്നലുണ്ട്. അതാണ് ഇതിൻ്റെ ബാക്കിലുള്ള സൈക്കോളജി നടക്കുന്നത്. നമ്മൾ നമ്മുടെ കപ്പാസിറ്റി ഉപയോഗിക്കണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ പലരും ഈ മെഡിറ്റേഷനിലൂടെ ഈ മറ്റേ മോങ്കുകളൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഹിമാലയത്തിൻ്റെ മേലൊക്കെ അവർ സന്യസിച്ചിട്ടൊക്കെ അവർ പലതും ആർജിച്ചെടുക്കുന്നത്, ഈ തിളച്ച എണ്ണയിലൂടെ നടക്കുന്നത്, ഈ മറ്റേ കനലിലൂടെ ഒക്കെ നടക്കുമ്പോഴൊന്നും പറ്റാത്തതാണ്. അതായത് ആ മനസ്സിനെ ആദ്യം ആ ഒരു തലത്തിലോട്ട് ശക്തിപ്പെടുത്തി എടുക്കുന്നതാണ്. അത് ഒന്നെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ അതിനെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും തോന്നലുകളോടാണ് അതാക്കിയെടുക്കുക. എന്താണെങ്കിലും ഇത് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ഒരു വിശ്വാസം അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളിലോട്, നമ്മളെ പരിചയത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് കുറച്ചധിക സമയം ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചാൽ എല്ലായിടത്തുനിന്നും ഇതുപോലുള്ള ഓരോ അനുഭവങ്ങൾ നിങ്ങൾ കിട്ടും. അത് ചില അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നിപ്പോവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള ഇവിടെ പരപ്പനങ്ങാടിയിലെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തം വീട്ടിൽ നിന്ന് ഷർട്ട് ഊരാൻ പേടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഷർട്ട് ഊരുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് എന്നെ ഉപദേശിച്ചത്. കാരണം പെൺജിന്നുകൾക്ക് നമ്മളോട് അത് കണ്ട് പ്രേമം തോന്നിയേക്കാം, അവിടെ മനുഷ്യന്മാർക്കില്ല എന്നിട്ട്. അപ്പോൾ അത് അങ്ങനെ ആ രൂപത്തിൽ എല്ലാത്തിനോടും നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ഈ 4 ഗുണവിശേഷണങ്ങളുണ്ടല്ലോ, അതൊക്കെ സത്യവിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് ഈ പറഞ്ഞ അന്ധവിശ്വാസത്തിൻ്റെ ഇതിലോട്ടാണ്, കാറ്റഗറിയിലോട്ടാണ് എത്തി നിൽക്കണമെന്നുള്ള. വേറൊരു സുഹൃത്തുണ്ടായിരുന്നു, ഈ അടുത്താണ് ഞാൻ സംസാരിച്ചത്. ഞാനിങ്ങനെ ഈ സമ്മേളനത്തിന് സംസാരിച്ച വീഡിയോ ഇട്ടപ്പോൾ എന്നോട് വിളിച്ചിട്ട് ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ആളനുഭവം പറഞ്ഞാണ്. ആളുടെ ഉള്ളിൽ എന്തോ ഒരു സാധനം കയറി അത്ര.
കയറി കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഖുറാന് കുറേ ഓതാൻ തുടങ്ങി. പിന്നെ അവന് ഓതി മടുത്തപ്പം അവന് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഖുറാൻ ഇങ്ങനെ പ്ലേ ചെയ്യാൻ തുടങ്ങി. കുറേ കാര്യങ്ങളെ ഖുറാനൊക്കെ മാറി മാറിയിട്ടപ്പോൾ ഈ ജിന്നിനുള്ളിലുള്ള സാധനത്തിന് സഹിക്കാൻ പറ്റാതായി. അവസാനം ഒരു ഇരുമ്പിൻ്റെ വടി എടുത്തിട്ട് ഇവൻ്റെ തലക്കടിച്ചിട്ട് ഉള്ളിൽ നിന്ന് പോയത്ര. ഇതാണ്. ഇനി ഈ കുറച്ച് 2 ആഴ്ചത്തോളം മുന്നേ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. വിസ്ഡം ഗ്രൂപ്പിൻ്റെ ഒരു വലിയ ഭാരവാഹിയാണ് അദ്ദേഹം. ഞാൻ ആളെ വെളിപ്പെടുത്തുന്നില്ല, കാരണം ആളിപ്പോഴും അതിലെ ഭാരവാഹിയാണ്. അപ്പോൾ ആൾക്ക് ഈ വിഷയത്തിലൊക്കെ കുറച്ചൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് ഈ കഴിഞ്ഞ റമദാനിൽ ഒരു എറണാകുളം ജില്ലയിലെ ഒരു മർക്കസ് ദഅവയുടെ ഒരു പള്ളിയിൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ആളുകളോടൊക്കെ സംസാരിച്ച് എന്താണ് ഈ ആശയത്തിൽ, എന്താണ് ഇതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്താണ് ഇവർ പറയുന്നതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസം ആ ഒരു പള്ളിയിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പുള്ളിയുടെ വിശ്വാസത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം പുള്ളിയുടെ കൂടെയുള്ള ഒരു സെക്രട്ടേറിയറ്റിലെ മെമ്പറാണ് അവിടുത്തെ. അപ്പം അതിൽ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള കുറച്ച് പേര് വന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ ആ പള്ളിയിലൊക്കെ പോയിട്ടാണല്ലോ ഇപ്പം നമസ്കരിക്കുന്നതും കാര്യങ്ങളൊക്കെ, നിനക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, നിനക്ക് കുറച്ച് മർക്കസ് ദഅവക്കാർ എന്തോ ചെയ്തതാണ്, മാരണമോ അല്ലെങ്കിൽ കണ്ണീറിലൂടെയോ നിന്നെ ഉപദ്രവിച്ചതാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഈ ഒരു വിശ്വാസത്തിലോട്ടാണ്. ഇത് ഉള്ളിലുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് പോവുക. അതിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വേണേലെന്നല്ല, അതിന് ശേഷം അവർ പറഞ്ഞത്, ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള, ഞാൻ തറാവീക്ക് സ്ഥിരമായിട്ട് നല്ല കിറാത്തുള്ളത് കൊണ്ട് പോകുമ്പോൾ അവിടെയാണ് തറാവീക്ക് പോവാറ്. ആ പള്ളിയോട് ചേർന്നിട്ട് ഒരു കേന്ദ്രമുണ്ടത്രേ, അവിടെ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാം, പോണതിന് പ്രത്യേക സമയമുണ്ട്, പുലർച്ചെ 2 മണി 3 മണിയുടെ ഇടയിലുള്ള ആ ഒരു സമയത്ത് പോകണം. അവിടെ വലിയൊരു ഷെയ്ഖ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സുന്നിയായിരുന്നു, ഈ അടുത്ത് ഇങ്ങോട്ട് മാറിയതാണ്. ഇപ്പോൾ വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് ഈ റമദാനിൽ കിട്ടിയതാണ്. അവിടെ പോയാൽ മൂപ്പര് ഇത് ഒഴിപ്പിച്ച് തരും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതുവരെ മൂപ്പര് ആദർശത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നാണ്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ അൽഹംദുലില്ലാ മൂപ്പർക്ക് ആദർശം ബോധ്യമായി. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് അള്ളാഹു വിവിധ മാർഗ്ഗങ്ങൾ കൊടുക്കും. എന്താണെങ്കിലും ഇങ്ങനെ ഒരു വളരെ വികൃതമായിട്ടുള്ള രൂപത്തിലാണ് ഈ ഒരു വിശ്വാസം. മനുഷ്യനല്ലാതെ ആയിപ്പോകുന്ന രൂപത്തിലുള്ളൊരു വിശ്വാസമാണ് ഇതിൽ നിന്ന് വരേണ്ടത്. ഞാൻ മുന്നേ അന്ന് സമ്മേളനത്തിൻ്റെ സമയത്ത് ഒരു കൃഷ്ണേട്ടൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, അതും കൂടി പറഞ്ഞാണ്ട് ഞാനിപ്പോൾ നിർത്തുകയാണ്. എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള സെക്യൂരിറ്റി ആയിരുന്നു. 12,000 രൂപയാണ് മാസം മൂപ്പർക്ക് ശമ്പളം ഉള്ളത്. ഈ 12,000 രൂപയിൽ എല്ലാ മാസവും മൂപ്പര് വരും. കാലിന് മിക്ക സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആദ്യം പോയിട്ട് ആയുർവേദം കാണിക്കും, ഒരു തൈലം പരറ്റും. അതുകൊണ്ട് മൂപ്പർക്ക് മാറില്ല. മൂപ്പര് മനസ്സിൽ പ്രിപ്പയർഡാണ് ഇത് മാറില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മൂപ്പര് അവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോകും. എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കും, മാറില്ല. മൂപ്പര് നമ്മളെ മനസ്സ് പ്രിപ്പയർഡ് ആവാതെ നമ്മളൊരു രോഗം മാറില്ല, നമുക്ക് ഈ രോഗം നിൽക്കുന്നുള്ള. മൂന്നാമത്തേതായിട്ട് മൂപ്പര് പോവുക ഒരു കണിയാരെടുത്താണ്. ഈ കണിയാരെടുത്ത് പോകുമ്പം ഇപ്പം എന്താ ചെയ്യിക്കുക എന്നുള്ളത് മൂപ്പര് എനിക്ക് പറഞ്ഞു തന്നു. 1500 രൂപയുടെ ഒരു ഇത് ഗോപി ഭസ്മം, പിന്നെ ഒരു ഷാളുണ്ട്, പിന്നെ ഒരു ആൺപെൺ രൂപമുണ്ട്. ഇതിൻ്റെ 2500 രൂപയാണ്, മറ്റേതിനത്ര. അങ്ങനെ മൊത്തത്തിൽ 6500 7000 രൂപയുടെ അടുത്താണ് വരിക. മൂപ്പർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി കൂടുതൽ മിക്ക മാസം മൂപ്പര് പോയി പറയും. ആദ്യത്തെ പ്രാവശ്യം മൂപ്പരെ ഭാര്യൻ്റെ വീട്ടുകാരാണെന്നാണ് ഈ കണിയാർ ഗണിച്ച് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ പ്രാവശ്യം മൂപ്പരെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഒരു റെസിഡൻ്റായി എൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ മുന്നേ അൽഹംദുലില്ലാ മൂപ്പര് അവിടെ നിന്ന് മാറി. അപ്പോൾ ഇത് വേറൊരു രസമുണ്ട്. ഇതിൽ ഈ പറഞ്ഞ ഈ കണിയാരടുത്ത് നിന്ന് മാറാത്ത അവസ്ഥ എടുക്ക് വരലുണ്ട്. അപ്പം മൂപ്പര് എവിടെ പോകാറിയോ? അപ്പോൾ അവിടെ ഒലിമുകൾ എന്ന് പറഞ്ഞിട്ടുള്ള കാക്കനാട് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ആ പള്ളിയിലെ ഒലിമുകളിൽ വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ അവിടുത്തെ ഒരു ഉസ്താദുണ്ട്, മൂപ്പര് ഒരു ഷെയ്ഖ്. മൂപ്പരുടെ അടുത്താണ്. അവിടുന്ന് മാറില്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തലത്തിൽ ആരായിരിക്കുന്നത്? ഈ ഒലിമുകൾ പള്ളിയിലെ ഷെയ്ഖ്. അപ്പോൾ ഈ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതിനൊരു മതമില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു മതമായിട്ട് ബന്ധപ്പെട്ടൊരു വിശ്വാസം, ഇതൊരു വേറൊരു വ്യത്യസ്ത മേഖല തന്നെയാണ്. അത് ഒരു ചൂഷണത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണ്. അത് ഒരു മതത്തിനോടും ബന്ധപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. അതൊരു സെപ്പറേറ്റ് മതം തന്നെയാണ്. അതിലകപ്പെട്ട് പോയിക്കുകയാണെങ്കിൽ അത് സത്യവിശ്വാസത്തിന് നേരെ വിപരീതം തന്നെയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹു നമ്മളെ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു QRF ഇവിടെ കൂടുമ്പോൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തൊരു പേരുണ്ട്, ഗുൽസാർ ഖാൻ. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട്, അദ്ദേഹം ഖുർആനിൻ്റെ ആളായിരുന്നു. നമ്മളെയും അള്ളാഹു ഖുർആനിൻ്റെ ആളുകളാക്കി, ഖുർആനിൻ്റെ വക്താക്കളാക്കി,
ഖുറാനിൽ റിസർച്ച് നടത്തുന്ന ഖുറാൻ്റെ പഠിതാക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഷിർക്ക് എന്ന അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും സാധിക്കാത്ത ആ ഒരു തെറ്റിൻ്റെ ലാഞ്ചനയിൽ നിന്ന് പോലും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.